നമ്മളിരിക്കുന്ന ഈ പുണ്യഭൂമി എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ സന്ദർശിച്ച ഒരുപാട് പ്രാവശ്യം വിശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള പുണ്യമായ ഒരു ഭൂമിയാണ്. ശ്രീനാരായണ ഗുരുദേവൻ അറിവാണ്, അറിവ് ഈശ്വരനാണ്, ദൈവമാണ് എന്നൊക്കെ വിശ്വസിക്കുന്നവർക്ക് വേണമെങ്കിൽ പറയാം ദൈവം നടന്ന മണ്ണാണിത്. അപ്പോൾ ദൈവം നടന്ന മണ്ണ് എത്രമാത്രം പരിശുദ്ധിയോടെ നാം സൂക്ഷിക്കണം, എത്രമാത്രം പരിശുദ്ധിയോടെ നാം കരുതണം, എത്രമാത്രം ആരാധനയോടുകൂടി വേണം ഇവിടെ വരാൻ എന്നൊക്കെയുള്ളത് നാം സ്വയം ചിന്തിച്ച് നമ്മുടെ ബുദ്ധിയെ അത്തരത്തിൽ പഠിപ്പിക്കുക, മനസ്സിലാക്കുക. കാരണം ഇതൊരു ചെറിയ കാര്യമല്ല. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം അതിൻ്റെ പ്രവർത്തന മേഖലകളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ക്ഷേത്രം തന്നെയാണ് നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രം. ഇന്ന് SNDP യോഗത്തിൻ്റെ ഉടമസ്ഥതയിൽ നിയന്ത്രണത്തിൽ ഏറ്റവും പ്രഗത്ഭമായ ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് നാഗമ്പടം ക്ഷേത്രം. മറ്റ് ക്ഷേത്രങ്ങളൊക്കെ ഗുരുദേവൻ സ്ഥാപിച്ച ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ഓരോരോ സഭകളുടെയും മറ്റ് ദേവസ്വത്തിൻ്റെയൊക്കെ നിയന്ത്രണത്തിലാണ്. ഇത് കോട്ടയം SNDP യൂണിയൻ്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമാണ് ഈ ക്ഷേത്രം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം SNDP യോഗത്തിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെ എന്ന് നമുക്ക് പറയാം. ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുത്തു, അതുപോലെ 108 ശാഖകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു. മാത്രമല്ല ചിന്നസ്വാമിയുടെ ആദ്യത്തെ സ്മരണയ്ക്കായിട്ട് ആദ്യം വരുന്ന ഒരു മന്ദിരം, കവികുമാര മന്ദിരം, അത് ഈ മണ്ണിലാണ്. അങ്ങനെ എത്രയോ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുത്തത് മാത്രമല്ല, എത്രയോ പുണ്യമായ പ്രവർത്തനങ്ങൾക്ക് ഇവിടം സാക്ഷ്യം വഹിച്ചു. ഇപ്പോൾ ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്ന എത്രയോ തീർത്ഥാടക പദയാത്രകൾ ഇവിടെ വന്നു പോകുന്നു. ഈ ഒരു മണ്ണിന് അതിൻ്റേതായ ഒരു പവിത്രതയുണ്ട്, പ്രത്യേകതയുണ്ട്. അപ്പോൾ ആ മണ്ണിൽ ഇരുന്ന് തീർത്ഥാടനത്തെക്കുറിച്ച് ഒന്ന് വിചിന്തനം ചെയ്യാൻ നമുക്ക് കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു പൂർവജന്മ സുഹൃതം തന്നെയാണ്. SNDP യോഗത്തിന് അല്ലെങ്കിൽ SNDP യോഗം ആവിർഭവിക്കുന്നതിന് മുമ്പ് ഓരോരോ പ്രദേശങ്ങളിൽ ഓരോ സഭകൾ, സമാജങ്ങൾ, ഭജന സംഘങ്ങളൊക്കെയാണ് ഈഴവരുടെ ഇടയിൽ ഭക്തിപൂർവമുള്ള അല്ലെങ്കിൽ ആത്മീയപരമായ സാംസ്കാരികപരമായ പല കാര്യങ്ങളുമൊക്കെ ചെയ്തിരുന്നത്. അന്ന് SNDP യോഗമില്ല. SNDP യോഗം 1903 ബീജാഭാവം ചെയ്യുന്നത്. അതിനു മുമ്പ് ഈഴവരുടെ ഇടയിൽ സാംസ്കാരിക പ്രവർത്തനങ്ങൾ അല്ല ആത്മീയ കാര്യങ്ങൾക്കൊക്കെ ഓരോരോ സമാജങ്ങൾ പ്രവർത്തിച്ചിരുന്നു. അപ്രകാരം കോട്ടയം നിവാസികളുടെ ഒരു സമാജമുണ്ടായിരുന്നു, ആചന്ദ്രതാര സമാജം. ആ ചന്ദ്രതാര സമാജത്തിൽ പ്രഗത്ഭരായിട്ടുള്ള കോട്ടയം നിവാസികളായിട്ടുള്ള ആളുകളെല്ലാം ചേർന്ന് അവരുടെ ആരാധന ഗുരുവിന് സമർപ്പിച്ചുകൊണ്ട് ഈ ആചന്ദ്രതാര സമാജത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് കാരാപ്പുഴയിലെ മണത്തറ എന്നൊരു വീട്ടിലാണ്. 1079 മേടമാസം 24 ആദ്യ യോഗം ചേരുന്നത്. ആചന്ദ്രധാര സമാജത്തിൻ്റെ ആദ്യ യോഗം നടന്നത് 1079 മേടമാസം 24 കാരാപ്പുഴ മണത്തറ കുടുംബത്തിലാണ് അതിൻ്റെ യോഗം നടന്നത്. 1079 തുടങ്ങിയ ആ സമാജം 1083 രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു തുടങ്ങി. പിന്നീട് 1902 പേര് പരിഷ്കരിച്ച് ആചന്ദ്രതാര പ്രശോഭിനി സഭ എന്ന്, അതായത് SNDP യോഗം സ്ഥാപിക്കുന്നതിന് ഒരു വർഷം മുമ്പ് 1902 ആചന്ദ്രതാര പ്രശോഭിനി സഭ എന്ന് പുനർനാമകരണം ചെയ്ത് രജിസ്റ്റർ ചെയ്തു. ഈ സഭയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ശ്രീനാരായണ ഗുരു എന്ന ആ മഹാത്മാവിൻ്റെ നിർദ്ദേശവും കൽപ്പനയും അനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ്റെ കൽപ്പനകളും ശാസനകളും അനുസരിച്ച് പ്രവർത്തിക്കണം, മറ്റ് വേറെ കാര്യങ്ങളൊന്നുമില്ല. ശ്രീനാരായണ ഗുരുവാണ് ഇതിൻ്റെ പരമാധ്യക്ഷൻ എന്നുള്ള തരത്തിലാണ് അന്നത്തെ കൂടിയിരിക്കുന്ന ആളുകളെല്ലാവരും ഇതിന് തത്വത്തിലൊരു തീരുമാനമെടുത്തത്. 1903 SNDP യോഗം സ്ഥാപിച്ചല്ലോ. അരുവിപ്പുറത്ത് വെച്ച് ആ പ്ലാവിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് അതിനു മുമ്പുണ്ടായിരുന്ന 2 പ്രാരംഭ സഭകളെയും മാറ്റിക്കൊണ്ട് ഗുരുദേവൻ അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം
എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. കുളിസംഘം, വാവൂട്ട് യോഗം, അരുവിപ്പുറം ക്ഷേത്രയോഗം തുടങ്ങി ഇതിൻ്റെ പൂർവ്വകാല പേരുകളെല്ലാം മാറ്റിക്കൊണ്ട്, പൂർവ്വകാല പ്രവർത്തനങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന് നാമകരണം ചെയ്തു SNDP യോഗം സ്ഥാപിച്ചു. 1903 SNDP യോഗം സ്ഥാപിക്കപ്പെട്ട ശേഷം TK മാധവൻ സംഘടനാ സെക്രട്ടറിയായി വരുന്നു. TK മാധവൻ എന്ന ആ അതുല്യ പ്രതിഭയുടെ സ്മൃതി ദിനം കൂടിയായ ഇന്ന് നമുക്ക് ഈ ക്ലാസ് ഇവിടെ നടത്തുവാൻ കഴിഞ്ഞതും ഒരു അത്ഭുതമായ ഒരു കാര്യമായി നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. അപ്പോൾ TK മാധവൻ സംഘടനാ സെക്രട്ടറിയായ ശേഷം കുട്ടനാട്, ചങ്ങനാശ്ശേരി, കോട്ടയം എന്നീ പ്രദേശങ്ങൾ അടങ്ങുന്ന മേഖലയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രവർത്തന മണ്ഡലം. കുട്ടനാട്, ചങ്ങനാശ്ശേരി, കോട്ടയം. അങ്ങനെ SNDP യോഗത്തിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനും സംഘടനാ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും വേണ്ടി കോട്ടയം സന്ദർശിച്ചു, ചങ്ങനാശ്ശേരി സന്ദർശിച്ചു, അങ്ങനെ പല പ്രാന്തപ്രദേശങ്ങളും സന്ദർശിച്ചപ്പോൾ ഇവിടെ ആചന്ദ്രതാര പ്രശോഭിനി സഭയുമായും അദ്ദേഹം ബന്ധപ്പെട്ടു. അപ്പോൾ ആചന്ദ്രതാര പ്രശോഭിനി സഭയുടെ ഉത്തരവാദിത്തത്തിലായിരുന്നല്ലോ കോട്ടയത്തെ ഈഴവരായിട്ടുള്ള ആളുകളെല്ലാവരും. അതിൻ്റെ ഉത്തരവാദിത്തത്തിലും ചുമതലയിലുമാണ് ഈ ക്ഷേത്രവുമെല്ലാം പ്രവർത്തിച്ചു പോരുന്നത്. അങ്ങനെ സംഘടനാ സെക്രട്ടറിയായ TK മാധവൻ്റെ നിർദ്ദേശവും പ്രവർത്തനവും മൂലം ആചന്ദ്രതാര പ്രശോഭിനി സഭ എന്നത് കോട്ടയം SNDP യൂണിയനായി പരിണമിച്ചു. അങ്ങനെ ഈ ആചന്ദ്രതാര പ്രശോഭിനി സഭയുടെ കീഴിലുണ്ടായിരുന്ന മുഴുവൻ സ്ഥാവര ജംഗമ വസ്തുക്കളും കോട്ടയം യൂണിയൻ്റേതായി തീർന്നു. ഗുരുദേവൻ പങ്കെടുത്ത അവസാനത്തെ വിശേഷാൽ പൊതുയോഗം എവിടെ വെച്ചാണ് നടന്നതെന്ന് നിങ്ങൾക്കറിയാം. വളരെ സവിശേഷമായിട്ടുള്ള ചടങ്ങുകൾക്ക് ഗുരുദേവൻ സാക്ഷ്യം വഹിച്ചിട്ടാണ് ഇവിടുന്ന് ശിവേരിക്ക് മടങ്ങിയത്. 1924 ജനുവരി മാസം 14-നാണ് ഇവിടെ നടന്ന പൊതുയോഗത്തിൽ വെച്ച് 108 ശാഖകൾക്ക് ഗുരുദേവൻ നേരിട്ട് സർട്ടിഫിക്കറ്റ് നൽകിയത്. 1928 ജനുവരി മാസം 14-ന് ചേർന്ന വിശേഷാൽ പൊതുയോഗത്തിന് ശേഷം ജനുവരി 16-ന് ഗുരു ഇവിടെ നിന്നുള്ള വടക്കോട്ടുള്ള യാത്രയ്ക്കായിട്ട് തയ്യാറായി. ഈ തേന്മാവിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് അന്ന് കാറൊക്കെ ഉണ്ടായിരുന്നു. കാറൊക്കെ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് പോവാനായിട്ട്. അപ്പോൾ കൂടെ വന്നിരിക്കുന്ന നരസിംഹസ്വാമികൾ ഒക്കെ നിർബന്ധിക്കുന്നു, ഭഗവാൻ സ്വാമി നമുക്ക് പുറപ്പെടാൻ സമയമായെന്ന് പറഞ്ഞെങ്കിലും അല്പം കൂടി വിശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമിയുടെ വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് നമ്മുടെ കിട്ടൻ റൈറ്ററുടെയും ഗോവിന്ദൻ വൈദ്യരുടെയും നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ ഭഗവാനെ സമീപിക്കുന്നത്. സമയം 3:30 ചരിത്രത്തിലൊക്കെ കാണുന്നത്. ഉച്ചകഴിഞ്ഞ് 3:30 PM ഭഗവാൻ ഈ തേന്മാവിൻ്റെ ചുവട്ടിൽ വടക്കോട്ട് അഭിമുഖം, വടക്കോട്ട് തിരിഞ്ഞിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. കസേരയിൽ വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്നു. ഭഗവാന്റെ അടുത്തേക്ക് ഈ പറഞ്ഞ ആളുകൾ പേരെഴുതിക്കൂ: വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യർ, മാലിയിൽ TK കിട്ടൻ റൈറ്റർ, കിട്ടൻ റൈറ്ററുടെ തന്നെ സഹോദരങ്ങളായിട്ടുള്ള TK കൊച്ചുകുമാരൻ, TK കുഞ്ചു, ഇവരോടൊപ്പം നരസിംഹസ്വാമികൾ, ശ്രീനാരായണ തീർത്ഥർ സ്വാമികൾ, ഈ ക്ഷേത്രത്തിലെ ശാന്തിയായിരുന്ന ഗോപാലൻ തന്ത്രികൾ. ഇവരാണ് ഒരു സംഘമായി വന്ന് ഗുരുവിനോട് തീർത്ഥാടനത്തിനുള്ള അപേക്ഷ. അവസാന ഭാഗത്ത് ആദ്യം മുതൽ പറയാം. വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യർ, മാലിയിൽ കിട്ടൻ റൈറ്ററുടെ സഹോദരങ്ങളായിട്ടുള്ള TK കൊച്ചുകുമാരൻ, TK കുഞ്ചു, പിന്നെ നരസിംഹസ്വാമികൾ, ശ്രീനാരായണ തീർത്ഥർ സ്വാമികൾ, ഗോപാലൻ തന്ത്രികളെ പരിചയമുണ്ടോ? ദേവരമാരുടെ അച്ഛൻ എന്നിവരാണ് തീർത്ഥാടനത്തിനുള്ള അനുമതി ഗുരുവിൽ നിന്നും നേരിട്ട് സ്വീകരിക്കുന്നത്. ഡേറ്റ് എന്നാ? 1928 ജനുവരി 16. മലയാളം 1103 മകരം 3.
അങ്ങനെ 1928 ജനുവരി മാസം 16 അനുമതി നൽകിയെങ്കിലും ആദ്യ തീർത്ഥാടനം നടക്കുന്നത് 1933 ഡിസംബർ 24 പുറപ്പെടുന്നത്. 1933 ഡിസംബർ മാസം 24 നാഗമ്പടത്തു നിന്നും ഇലവന്തിട്ടയിൽ നിന്നും പുറപ്പെടുന്നത്. 1933 ഡിസംബർ 24. അപ്പോൾ 28 ശേഷം 1928 തീർത്ഥാടനത്തിന് അനുമതി നൽകുന്നത്. ജനുവരി മാസം അനുമതി കൊടുക്കുന്നു. ഭഗവാൻ 1928 സെപ്റ്റംബർ 20 മഹാനിർവാണം പ്രാപിക്കുന്നു. തുടർന്ന് ധർമ്മസംഘവും SNDP യോഗവും തമ്മിലുള്ള ചില തർക്കങ്ങൾ ഉണ്ടായത് ശമിച്ച ശേഷമാണ് തീർത്ഥാടനം എന്നുള്ളത് ആവുന്നത്. ഇലവന്തിട്ട മുലൂർ ആശ്രമത്തിൽ, മുലൂരിൻ്റെ ഭവനത്തിൽ നിന്നാണ് ഇതിൻ്റെ ഒരു സ്പാർക്ക് ഉണ്ടാകുന്നത്. തീർത്ഥാടനം എന്നുള്ള ആ ഒരു വലിയ ചിന്തയുണ്ടാവുന്നത് മുലൂർ എസ് പത്മനാഭ പണിക്കരുടെ ബുദ്ധിയിൽ നിന്നാണെന്നാണ് പറയുന്നത്. കൃത്യമായി ഒന്നും സൂചിപ്പിക്കാനായിട്ട് നമുക്ക് തെളിവുകൾ ഹാജരാക്കാനില്ല. മുലൂർ സരസകവി മുലൂരിൻ്റെ ഭവനത്തിൽ കേരളവർമ്മ സൗധത്തിലിരുന്നാണ് ഇതിനുള്ളൊരു ചിന്തയുണ്ടാവുന്നത്. അതനുസരിച്ചാണ് വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും കിട്ടൻ റൈറ്ററും ചേർന്ന് ഭഗവാനോട് അനുമതിക്കായി അപേക്ഷിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ചരിത്ര നിയോഗം എന്ന പോലെ ആദ്യം ശിവഗിരിയിൽ എത്തിയത് ഇലവന്തിട്ടയിൽ നിന്നുള്ള തീർത്ഥാടകരാണ്. അതൊരു ഗുരു നിയോഗമായിരിക്കാം. ഒരുപക്ഷെ ഇതിനെ ഈ ഒരു ചിന്തയ്ക്ക് തുടക്കം കുറിച്ച കേരളവർമ്മ സൗധത്തിൽ നിന്നാവണം ആദ്യത്തെ തീർത്ഥാടകരെന്ന് ഭഗവാന് നിശ്ചയമുണ്ടായിരുന്നായിരിക്കാം. എന്തായാലും 1933 ഡിസംബർ മാസം 24 ഒരേപോലെ നാഗമ്പടത്ത് നിന്ന് കിട്ടൻ റൈറ്ററുടെയും ഗോവിന്ദൻ വൈദ്യരുടെയും നേതൃത്വത്തിൽ 4 പേര് ഇവിടുന്ന് യാത്ര തുടങ്ങി. മുലൂരിൻ്റെ ഭവനത്തിൽ നിന്നും 5 പേര്, അതായത് മുലൂരിൻ്റെ മകൻ PK ദിവാകര പണിക്കർ ഇലവന്തിട്ടയിൽ നിന്ന് പോയവരാണ്. ആദ്യത്തെ മഞ്ഞക്കിളികൾ, ആദ്യത്തെ തീർത്ഥാടകർ എന്നൊക്കെ വിളിക്കാം. PK ദിവാകര പണിക്കരുടെ നേതൃത്വത്തിൽ PV രാഘവൻ, MK രാഘവൻ, KS ശങ്കുണ്ണി, PK കേശവൻ എന്നിങ്ങനെ 5 പേരാണ് ശിവഗിരിക്ക് യാത്ര തിരിച്ചത്. യാത്രാമധ്യേ അവഹേളനങ്ങളും കളിയാക്കളികളും ഒക്കെ ഉണ്ടായി. 5 മഞ്ഞക്കിളികൾ എന്നൊക്കെ ആക്ഷേപിച്ച ചരിത്രം നമുക്കറിയാം. പക്ഷേ ഈ 5 പേരാണ് ശിവഗിരി മഠത്തിൽ തീർത്ഥാടകരായി ആദ്യം എത്തിച്ചേർന്നത്. ശിവഗിരി മഠം അതിനെ അംഗീകരിച്ച് രജിസ്ട്രേഷൻ നടത്തി അതിനുള്ള അനുമോദനം കൊടുത്തതും ഈ 5 പേർക്കാണ്. പിറ്റേ ദിവസം കോട്ടയത്തു നിന്നുള്ള 4 പേർ അവിടെ എത്തിച്ചേർന്നു. എങ്കിലും അവർ ചരിത്രത്തിൽ ഇടം നേടാതെ പോയി. വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും കിട്ടൻ റൈറ്ററും അങ്ങനെ 4 പേര് പോയെങ്കിലും അവിടെ എത്തി തീർത്ഥാടനത്തിൽ പങ്കെടുത്തു, എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിലും ചരിത്രത്തിൽ ഈ 5 മഞ്ഞക്കിളികളാണ് എഴുതപ്പെട്ടത്. ഇതിനെല്ലാം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഗുരു എത്ര സൂക്ഷ്മമായിട്ടാണ് ഇതെല്ലാം ക്രമീകരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം മുലൂരിൻ്റെ ആശയം, മുലൂർ പറഞ്ഞ ആ ഒരു സ്പാർക്കാണ് ഇവിടെ കിട്ടൻ റൈറ്ററെയും ഗോവിന്ദൻ വൈദ്യരെയും കൊണ്ട് ചോദിപ്പിച്ചതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് മുലൂർ തന്നെ ആവട്ടെ, മുലൂരിൻ്റെ ഭവനത്തിൽ നിന്നാവട്ടെ ആദ്യത്തെ തീർത്ഥാടനമെന്ന് ഗുരു കൽപ്പിച്ചിട്ടുണ്ടാവാം, അങ്ങനെ കരുതിയിട്ടുണ്ടാവാം. അതിവിടെ സംഭവിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ. അപ്പോൾ എന്തായാലും പ്രഥമ തീർത്ഥാടനം നടന്നത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ കൽപ്പനയ്ക്ക് ശേഷം, അനുമതിക്ക് ശേഷം 5 വർഷങ്ങൾക്ക് ശേഷമാണ്. അങ്ങനെ തീർത്ഥാടകരായി അവരവിടെ എത്തി. ഇനി ഈ തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കാനുണ്ടായ സാഹചര്യം, അനുമതിയിൽ വന്ന പ്രത്യേകമായ പ്രഖ്യാപനങ്ങൾ, അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞു, ഭഗവാന്റെ അടുത്തേക്ക് TK കിട്ടൻ റൈറ്ററുടെയും ഗോവിന്ദൻ വൈദ്യരുടെയും നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ ഭഗവാന്റെ അടുത്ത് വന്നു. ഭഗവാൻ അവിടെ വടക്കോട്ട് ദർശനമായി ഇരിക്കുകയായിരുന്നു. ഭഗവാന് യാത്ര ചെയ്യാനായിട്ടുള്ള തിടുക്കമുണ്ടായിരുന്നെങ്കിലും ഒരു തിരക്കഥയിൽ എന്ന പോലെ ഭഗവാൻ തയ്യാർ ചെയ്ത ഒരു പദ്ധതിയുടെ ഭാഗം എന്ന പോലെ തന്നെ ഭഗവാൻ കാതോർത്തിരുന്നു ഇവരുടെ ചോദ്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഇവർ 2 പേരും ഒരു സംഘം ആളുകളും വന്നു. എന്താ വിശേഷിച്ച് എന്ന് ചോദിക്കുന്നു. ആ ചോദ്യത്തിൽ എല്ലാ കാര്യങ്ങളും ഈ അനുയായികൾക്ക് മനസ്സിലാവുകയാണ്, എന്താണ് വിശേഷിച്ച്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്.
ഭഗവാൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കി കേട്ട് അനുവാദം തരണം എന്ന് കിട്ടൻ റൈറ്ററും ഗോവിന്ദ വൈദ്യരും കൂടി ചേർന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ശിവഗിരി നമുക്ക് ഈഴവർക്ക് പുണ്യസ്ഥലമായി കൽപ്പിച്ച് തരണം. ഓഹോ, അങ്ങനെയോ എന്നാണ് ഭഗവാന്റെ മറുപടി. അതെന്താണെന്ന് ഉള്ള ചോദ്യം മുഖഭാവത്തിലൂടെ മനസ്സിലാക്കിയ കിട്ടൻ റൈറ്ററും ഗോവിന്ദൻ വൈദ്യരും പറഞ്ഞു, ഹിന്ദുക്കൾക്ക് കാശി, രാമേശ്വരം തുടങ്ങിയ സ്ഥലങ്ങൾ പുണ്യ സ്ഥലങ്ങളാണ്. ഹിന്ദുക്കൾക്ക് കാശി, രാമേശ്വരം തുടങ്ങിയ സ്ഥലങ്ങൾ പുണ്യസ്ഥലങ്ങളാണ്. ക്രിസ്ത്യാനികൾക്ക് റോമ, അന്ത്യോക്യ, കാൻഡർബറി ഒക്കെ തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. മുസ്ലിങ്ങൾക്ക് മക്ക, മദീന തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ഈഴവർക്ക് ശിവഗിരി തീർത്ഥാടന കേന്ദ്രമായി കൽപ്പിച്ച് അനുവദിച്ച് തരണം. അപ്പോൾ നമ്മളവിടെ ഓർക്കണം, അന്ന് ഈഴവർ അനുഭവിച്ചിരുന്ന ആ ഒരു തീവ്രമായ തിക്താനുഭവങ്ങൾ നമ്മൾ ആ വാക്കുകളിലൂടെ വായിച്ചറിയാൻ പറ്റും, അല്ലേ? ഹിന്ദുക്കൾക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കി. ഇപ്പോൾ നമ്മൾ ഹിന്ദു, ഈഴവ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതാറുണ്ട്. ഹിന്ദു ആണെന്ന് പറഞ്ഞ് നമ്മൾ വലിയ ഭാവത്തിലൊക്കെ നടക്കാറുണ്ട്, എല്ലാത്തിനും കയറി ഇടപെടും. പക്ഷേ ഇപ്പോഴും നമ്മളെ ആ തരത്തിലൊരു പരിഗണനയ്ക്ക് ആരും മനസ്സുകൊണ്ട് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് കൂടൽമാണിക്യത്തിൽ സംഭവിച്ചത്. അതിനു മുമ്പ് തൃപ്രയാർ സംഭവിച്ചത്. മാവേലിക്കരയിലൊരു ക്ഷേത്രത്തിലെ ഒരു ചേച്ചി, നമ്മുടെ ഒരു സഹോദരി ദൈവദേശവും ചൊല്ലിയപ്പോൾ സംഭവിച്ചത്, അല്ലേ? തൃപ്രയാറിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? കൂടൽമാണിക്യത്തിൽ സംഭവിച്ചത് അറിഞ്ഞല്ലോ, അല്ലേ? ജോലിക്ക് ചെന്നിട്ട് സർക്കാരിൻ്റെ ഉപദേശത്തോടു കൂടി സർക്കാർ നിയമിച്ച ഉദ്യോഗസ്ഥനെ അവിടെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല. അവരുടെ ജാതിപരമായ ചിന്തയാണ് അവരെ അങ്ങനെ മാറ്റി നിർത്തുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ജാതീയമായ ചിന്തയും വേർതിരിവും ഒക്കെ ഉണ്ട്. അതിനെതിരെ SNDPയോഗം ഇപ്പോഴും പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു പക്ഷേ പലപ്പോഴും ജനറൽ സെക്രട്ടറിയുടെ പ്രസംഗമോ പ്രസ്താവനകളോ ഒക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. SNDPയോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ജാതി പറയുന്നു എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഇദ്ദേഹം ഇപ്പോൾ പറയുന്നതല്ല, പിന്നെ പറയുന്നത് ഒരു സ്ഥിരതയില്ലാത്ത ആളാണല്ലോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മളിൽ ചിലരെങ്കിലും അങ്ങനെ ഓർക്കാറെങ്കിലുമുണ്ട്. SNDPയോഗത്തിന് ഒരു നേതാവുണ്ടായതും SNDPയോഗം ഒരു സംഘടനാ ശക്തിയായി വളർന്നതും ആദ്യത്തെ സംഘടന SNDPയോഗം തന്നെയാണ്. ആ സംഘടനയ്ക്ക് ചാലകശക്തിയായി SNDPയോഗത്തെ ചലിപ്പിക്കുവാൻ ഊർജമായി വന്നത് ഗുരു നിയോഗത്താൽ വെള്ളാപ്പള്ളി നടേശനാണ്. 30 വർഷം മുമ്പ് അദ്ദേഹം SNDPയോഗത്തിലേക്ക് വരുമ്പോൾ SNDPയോഗത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു, ഇപ്പോൾ അതിൻ്റെ സ്ഥിതി എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയണം. പലപ്പോഴും ജനറൽ സെക്രട്ടറിയോടുള്ള വ്യക്തിവൈരാഗ്യം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ അതിലെ പ്രത്യേകമായ താല്പര്യം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന ഒരു രീതിയും ഇപ്പോൾ ഇവിടെയുണ്ട്. കൂട്ടം ചേർന്ന് ആക്രമിക്കുകയും കേസ് കൊടുക്കുകയും ചെയ്യുന്നു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിക്കെതിരെ കേസ് കൊടുത്താൽ എങ്ങനെ അത് ജയിക്കും? കാരണം ശ്രീനാരായണ ധർമ്മം കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ജനറൽ സെക്രട്ടറി വരുന്നുള്ളൂ. ആദ്യം ശ്രീനാരായണ ധർമ്മം വരുന്നത്, ഭഗവാനാണ് ആദ്യം വരുന്നത്. ഭഗവാനെ തോൽപ്പിച്ചിട്ട് വേണം ജനറൽ സെക്രട്ടറി തോൽപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ ഈ കൊടുക്കുന്ന കേസുകളെല്ലാം പരാജയപ്പെട്ടു പോവുക, അല്ലേ? കോടതി കയറി സമയം മുഴുവൻ ചെലവഴിക്കുന്നുണ്ട്, സാമ്പത്തികം ചെലവഴിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും അവസാനത്തെ വിജയം SNDPയോഗത്തിനാണ്. ഇപ്പോൾ ഈ പ്രാതിനിധ്യ വോട്ട് സംബന്ധിച്ചുമൊക്കെ കേസുകൾ നടന്നിട്ട് ഏറ്റവും അവസാനം നമ്മൾ മനസ്സിലാക്കുന്നത് പ്രാതിനിധ്യ വോട്ട് ആയി തന്നെ നിലവിൽ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള അനുമതി കിട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രാതിനിധ്യ വോട്ട് അതാരുടെയും താല്പര്യപൂർവ്വം ഉണ്ടാക്കിയതല്ല. അത് SNDPയോഗത്തിൻ്റെ ബോർഡും പൊതുയോഗവും എല്ലാം തീരുമാനിച്ചുണ്ടാക്കിയ ഒരു നിയമം തന്നെയാണ്. കാരണം എല്ലാവർക്കും ചെന്ന് വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം പ്രായോഗികമല്ലാത്തത് കൊണ്ട് 200 പേർക്ക് ഒരാൾ എന്നുള്ള നിലയിൽ പ്രാതിനിധ്യം വെച്ചുകൊണ്ട് അതിനൊരു തീരുമാനമുണ്ടാക്കി, നിയമമുണ്ടാക്കി, ചട്ടമുണ്ടാക്കിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. പെട്ടെന്നൊരു ദിവസം പ്രാതിനിധ്യ വോട്ട് പാടില്ല, എല്ലാവർക്കും വോട്ട് ചെയ്യുന്ന സംവിധാനം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ പലതും പല ശാഖകളിലും ഇല്ല. SNDPയോഗത്തിന് ജനറൽ സെക്രട്ടറിയുടെ നേരെയാണ് വിരൽ ചൂണ്ടുന്നതെങ്കിലും ഒരു സാധാരണ സെക്രട്ടറി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഒരു സെക്രട്ടറി, ശാഖയുടെ സെക്രട്ടറി അവിടുത്തെ അംഗങ്ങളുടെ ലിസ്റ്റ്, അവരുടെ തിരിച്ചറിയൽ രേഖകൾ എല്ലാം വാങ്ങി വെച്ചുകൊണ്ട് അവിടുത്തെ അംഗങ്ങളുടെ ലിസ്റ്റ് പക്ക ആക്കേണ്ടതിൽ പലപ്പോഴും
പലപ്പോഴും പരാജയപ്പെട്ടു പോകാറുണ്ട്, ചെയ്യാറില്ല. പക്ഷെ അതിനെല്ലാം ആരോപിക്കപ്പെടുന്നത് ജനറൽ സെക്രട്ടറിയാണ്. ജനറൽ സെക്രട്ടറിക്ക് നിർദ്ദേശം തരാൻ മാത്രമേ കഴിയുള്ളൂ. അവിടെ ഓരോ ശാഖാ സെക്രട്ടറിയും അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന യൂണിയനും അതിനു വേണ്ടുന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരുന്നെങ്കിൽ ഈ ആക്ഷേപത്തിനൊന്നും ഇടയാവില്ല. പക്ഷേ ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാത്ത ശാഖയുടെ ഭാരവാഹികൾ പോലും ജനറൽ സെക്രട്ടറി വിമർശിക്കും. ഇറങ്ങിപ്പോകാൻ മേലെ എത്ര കാലമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കും. കാരണം നമ്മുടെ സ്വകാര്യമായ താല്പര്യങ്ങൾക്ക് ഈ സംഘടനാ പ്രവർത്തനം പറ്റുന്നില്ല. സ്വകാര്യമായി നമുക്ക് ഒരുപാട് താല്പര്യങ്ങളുണ്ട്. നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തുന്നതിനിടയ്ക്ക് സമയമുണ്ടെങ്കിൽ SNDP യോഗത്തിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കാം എന്നുള്ളതാണ്. പക്ഷേ SNDP യോഗത്തിൻ്റെ സെക്രട്ടറി ആകുക, പ്രസിഡൻ്റ് ആകുക, ഭാരവാഹിയാകുക, അത് ഏത് മേഖലയിലാണെങ്കിലും അതൊരു ഉത്തരവാദിത്തപ്പെട്ട തപസ് പോലെയുള്ളൊരു ഉത്തരവാദിത്തമാണ്, ജോലിയാണ്. അത് നമ്മൾ ചെയ്ത് നിർവഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിൻ്റെ ഒരു സംതൃപ്തി കിട്ടും, സംഘടനയ്ക്കും അതിൻ്റെ ഗുണമുണ്ടാവും. പലപ്പോഴും അതൊന്നും ചെയ്യാതെ മേൽഘടകത്തെ കുറ്റം പറയുകയും നമ്മളെ നിയന്ത്രിക്കുന്ന ആളുകളെ തന്നെ നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ വിമർശിക്കുകയൊക്കെ ചെയ്യും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഈഴവർക്ക് വേണ്ടി സംസാരിക്കുന്നു. അദ്ദേഹം പ്രാതിനിധ്യത്തിൽ ഇരിക്കുന്ന SNDP യോഗം അതിൽ അംഗങ്ങൾക്ക് നന്മയുണ്ടാവുന്നതിനും പുരോഗതി ഉണ്ടാവുന്നതിനും വേണ്ടി സർക്കാർ മേഖലകളിൽ അല്ലെങ്കിൽ മറ്റു മേഖലകളിലെല്ലാം ആനുകൂല്യത്തിന് വേണ്ടി സംസാരിക്കുക മാത്രമേ അദ്ദേഹം ചെയ്യുന്നുള്ളൂ. അത് ഇതര സമുദായം അവരുടെ സംഘടനാ ശക്തി കൊണ്ട് അവരത് നേടുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ അത് നമ്മൾ തന്നെ പറയുകയാണ് നമ്മൾ ജാതി പറയുന്നത്. ഈഴവർക്ക് വേണ്ടി ആരാ സംസാരിക്കാനുള്ളത്? ഈഴവർക്ക് വേണ്ടി സംസാരിക്കാനും ചുമതലകൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ഏതൊരു ജനറൽ സെക്രട്ടറി ആയാലും അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അവിടെ ആ ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോൾ SNDP യോഗം ജാതി പറയുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ദുരഭിമാനപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ ആ സത്യാവസ്ഥയെ തിരിച്ചറിയണം. നമ്മുടെ ഒരു കുഞ്ഞിനാണ് ഈ കൂടൽമാണിക്യത്തിൽ ജോലി ഇതുപോലെ ബുദ്ധിമുട്ടാവുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ അംഗീകരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു പത്രം വായിച്ച് വളരെ ലാഘവത്തോടെ മാറ്റിക്കളയുന്ന നമുക്ക് നാളെ നമ്മുടെ വീടുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ അവസ്ഥ ഉണ്ടാവില്ലെന്ന് ആര് കണ്ടു? അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജാതീയമായ ജനസംഖ്യ ആനുപാതികമായിട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സംസാരിക്കേണ്ട വ്യക്തി അത് സംസാരിക്കുമ്പോൾ നമ്മൾ തന്നെ പറയുകയാണ്, അതിൻ്റെ ഗുണഭോക്താവ് തന്നെ പറയുകയാണ് അങ്ങേര് ജാതി പറയുന്നു. ജാതി പറയാതെ എങ്ങനെ നമുക്ക് കിട്ടാനുള്ളത് കിട്ടും? നമ്മുടെ വ്യവസ്ഥിതി ഏതാണ്? നമ്മുടെ സർക്കാർ തലങ്ങളിലുള്ള ആപ്ലിക്കേഷൻ, നമ്മുടെ രീതികളെല്ലാം ഇന്ന് ജാതീയമായ രീതി തന്നെയാണ്. പെർസെൻറ്റേജും എല്ലാം അങ്ങനെ തന്നെ. അപ്പോൾ അതിനെ ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടി, ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലപ്പെട്ട നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകളിൽ ആ സത്യത്തെ മനസ്സിലാക്കി ചേർന്ന് നിൽക്കണം. പലപ്പോഴും പല കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് അവർക്ക് പരിമിതികളുണ്ടാവും. അപ്പോൾ അവരുടെ വികാരത്തെ അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ലക്ഷ്യത്തെ കാണാതെ നമ്മൾ പറയാനും പാടില്ല. പലപ്പോഴും SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ എന്നാ ഇങ്ങനെ പറയുന്നത്, നേരത്തെ ഇങ്ങനെ അല്ലല്ലോ പറയുന്നത് എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ ആ നിസ്സഹായാവസ്ഥയും ലക്ഷ്യവും നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. നമ്മളത് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കും, SNDP യോഗത്തോടൊപ്പം നിൽക്കും. ഏത് പ്രവർത്തകനാണ് SNDP യോഗത്തിൻ്റെ ഏത് പ്രവർത്തകനാണ് സ്വാർത്ഥതയുള്ള? SNDP യോഗത്തിൻ്റെ ഏത് ശാഖാ സെക്രട്ടറി ആയാലും വനിതാ സംഘമായാലും യൂത്ത് മൂവ്മെന്റ് ആയാലും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും നിസ്വാർത്ഥമായ സേവനമാണ് അവിടെ ചെയ്യുന്നത്. പക്ഷേ അവരെല്ലാം ഇതിനെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ തെറ്റിദ്ധരിക്കുകയും വിമർശിക്കുകയും ചെയ്യും. അത് ആ ഒരു രീതി നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. SNDP യോഗം എന്നും ഒരു പ്രിവെന്റീവ് ഇഞ്ചക്ഷൻ പോലെ ഏത് അസുഖമാണോ ഭേദമാവേണ്ടത് ആ അസുഖത്തിന്റെ നിർവീര്യമാക്കപ്പെട്ട അണുക്കളെ കുത്തിവെക്കുന്ന ഒരു സമ്പ്രദായം. ജാതിക്കെതിരെ ജാതി പറഞ്ഞുകൊണ്ട് നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിരോധ ശൈലി നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് SNDP യോഗത്തിന്റെ നേതാക്കന്മാരെ നമ്മൾ എതിർക്കുന്നത്. ശരിയല്ലേ? SNDP യോഗം ജാതി പറഞ്ഞില്ലെങ്കിലും അല്ല നമുക്ക് വേണ്ടി പറയണ്ടേ? ഇത്രയും വൻ ജനാവലിയെ കുറിച്ച് സംസാരിക്കാൻ ആളില്ലെങ്കിലും നേതാവില്ലാത്ത സമൂഹം എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പൊ നേതാവ് ഉള്ളപ്പോ നമുക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങിയപ്പോ നേതാവ് ജാതി പറയുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ഇതൊക്കെ ഓരോരോ ഗൂഢസംഘങ്ങൾ നമ്മളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന അവരുടെ ചില മാജിക് വേലകളാണ്. അതിലൊക്കെ ചെന്ന് നമ്മൾ വീഴുകയാണ്. വീണിട്ട് നമ്മൾക്ക് വരേണ്ട പുരോഗതി നമ്മൾ തന്നെ തുരങ്കം വെക്കും. സമയം കിട്ടുമ്പോൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഇവിടെ ഇരുന്ന് ആലോചിക്കുന്നത്
സത്യം അങ്ങനെയാണ്. നമ്മളൊരു ശാഖയുണ്ടെങ്കിൽ ആ ശാഖയിൽ പ്രവർത്തിക്കേണ്ട, ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ശാഖാ സെക്രട്ടറിയെയോ പ്രസിഡന്റിനെയോ ഒക്കെ നമ്മൾ അങ്ങ് വിമർശിക്കും. നമ്മൾ വലിയ മിടുക്കന്മാരും, നമ്മൾ വല്ലതും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നേരെയില്ല. എനിക്ക് ജോലിക്ക് പോകണ്ടേ, എന്റെ കുടുംബം കഴിയണ്ടേ, ഇതൊക്കെയല്ലേ നമ്മൾ ചോദിക്കുന്നത്. ഒരു കുടുംബയോഗത്തിന്റെ കൺവീനറാകാൻ പറഞ്ഞാൽ ഉടനെ എനിക്ക് സമയമില്ലെന്ന് പറയുന്നവരാണ്. അപ്പൊ ഒരു യൂണിയന്റെ ചുമതല, ഒരു ശാഖയുടെ ചുമതല, ഒരു യോഗത്തിന്റെ മുഴുവൻ ചുമതലകൾ ഏറ്റെടുത്ത് നടത്തുന്ന ആളിന് എങ്ങനെ സാധിക്കുന്നതല്ല? അപ്പൊ നിങ്ങൾ പറയാം അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരിക്കണം അല്ലേ? പ്രയോജനമുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അതിന്റെ ഗുണമുണ്ട്. അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ടല്ലേ പോകുന്നത്? അതോ അടിച്ചു പിരിച്ചു പോകുന്നു? താല്പര്യം. അച്ഛന്റെ കൂടെ അമ്മ പോകുന്നു, അമ്മയുടെയും അച്ഛന്റെയും കൂടെ മകൻ പോകുന്നു. സഹിക്കാൻ പറ്റുന്നില്ലല്ലേ? അതാണല്ലോ ഒരു കുടുംബം നന്നായിട്ട് ചേർന്ന് ഒത്തൊരുമയോടുകൂടി പോകുമ്പോൾ അതൊരു മാതൃകയായി ഏറ്റെടുക്കേണ്ടതിന്, കാണേണ്ടതിന് പകരമായിട്ട് അവർ എല്ലാവരും കുടുംബ ഭരണം എന്ന് പറയുക. എത്രയോ ശാഖകളിൽ ഭർത്താവ് പ്രസിഡന്റാണ്, ഭാര്യ വനിതാ സംഘത്തിന്റെ പ്രസിഡന്റ്. നമ്മുടെ ഇടയിൽ ഇല്ലേ? ഉണ്ട്. കാരണം അവർക്ക് അത്രത്തോളം ആ പ്രസ്ഥാനത്തോട് ആത്മാർത്ഥതയുള്ളത് കൊണ്ടാണ്. ഭർത്താവിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാം, ആ ഒരു ധൈര്യവും ഈ പ്രസ്ഥാനത്തിലുള്ള ബഹുമാനവും ഗുരുവിനോടുള്ള ഭക്തിയൊക്കെയാണ് അവരെ ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് ഇടയാക്കുന്നത്. അത് നമ്മൾ സൗകര്യപൂർവ്വം മറന്നിട്ട് ജനറൽ സെക്രട്ടറിയുടെ ഭാര്യ പ്രവർത്തിക്കുന്നു, മകൻ പ്രവർത്തിക്കുന്നു. അവർക്ക് ഗുരുവിന്റെ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ട് അവർക്ക് അതുപോലെ പ്രവർത്തിക്കാൻ പറ്റുന്നത്. ഒത്തൊരുമയോടുകൂടി യോജിപ്പോടുകൂടി പ്രവർത്തിക്കാൻ പറ്റും. എത്രയോ നേതാക്കന്മാർ നമുക്ക് വേറെ ഉണ്ട്. എന്തേ അവർക്ക് വരാൻ പാടില്ല? ഇലക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ വരാൻ പോവില്ലേ? മത്സരിച്ച് ജയിക്കണം. എന്തേ മത്സരിച്ച് ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. ഗുരു നിയോഗിക്കും. അധർമ്മം എന്നത് ഉണ്ടെങ്കിൽ ആ ആളിന് അവിടെ എത്തി നോക്കാൻ പോലും പറ്റില്ല. യാതൊരു സംശയവും അല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെയൊക്കെ ശാഖയുടെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ സഹകരിക്കുന്നുണ്ടോ? നമുക്ക് അതുമായിട്ട് സഹകരിച്ച് പോകാൻ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുമ്പോൾ നമുക്ക് പറ്റില്ല. അപ്പോൾ അത് ചെയ്യുന്ന ആളുകളെ ഉപദ്രവിക്കാതെ എങ്കിലും ഇരിക്കുക, ഇതാണ് നമ്മൾക്ക് ധർമ്മമായിട്ടുള്ളത്. SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് നമ്മുടെ എല്ലാം നല്ല തരത്തിൽ സാമ്പത്തികമായിട്ടും സാംസ്കാരികപരമായിട്ടും ഒക്കെ ഉയർത്തണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ ആ താല്പര്യത്തെ കെടുത്തുന്ന തരത്തിൽ സമാന്തര പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. SNDP യോഗത്തിന് സമാന്തരമായിട്ട് എത്രയോ സംഘടനകളിപ്പോൾ ഉണ്ട്. ആ സംഘടനയുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് സംഘടിച്ച് ശക്തരാകാൻ പറ്റുന്നുണ്ടോ? ഓരോ തുരുത്തുകളായിട്ട് പോവുക, ധർമ്മവേദിയായിട്ടും ധർമ്മ പ്രചരണ സഭയൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് പോവല്ലേ? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നത് ധർമ്മം പ്രചരിപ്പിക്കുന്നതിനും അത് ആളുകളുടെ ആത്മീയമായ ഉയർച്ചയ്ക്കും ഭൗതികമായ വളർച്ചയ്ക്കൊക്കെ വേണ്ടി തന്നെ സ്ഥാപിച്ചതാണ്. അതെല്ലാം SNDP യോഗം യോഗത്തിൻ്റെ പരിമിതിയിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ മഹാനിർവാണത്തിന് ശേഷം ഇവിടെ SNDP യോഗം സ്വന്തം പ്രയത്നത്താൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പിടിയേരിയും അവരുടെ വരുമാനത്തിൽ നിന്നുള്ള ഒരു അംശവും കൊടുത്തുകൊണ്ടാണ് SNDP യോഗം ഇന്ന് കാണുന്ന സ്ഥിതിയിലേക്ക് ആയിട്ടുള്ളത്. എല്ലായിടങ്ങളിലും ശാഖകൾ, ആ ശാഖകളിലെല്ലാം ഗുരുക്ഷേത്രങ്ങൾ, അവിടെ എല്ലാം ഇഷ്ടംപോലെ സ്ഥലം, സ്കൂള്, കോളേജ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായത് സ്വന്തം പ്രയത്നത്താലാണ്. എങ്ങൊന്നും ഒരു രൂപ നമുക്കാരും തന്നിട്ടില്ല. ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടായിരുന്ന കാലത്ത് ഒരുപാട് ആശ്രമങ്ങളും ഒരുപാട് മഠങ്ങളും ഒക്കെ സ്ഥാപിച്ചെങ്കിലും അതെല്ലാം ഇന്ന് ശിവഗിരി മഠത്തിൻ്റെ കൈവശമാണ്. ഒന്നുമില്ലാതെ ഈ തർക്കം വരുന്നതിനുള്ള, ഞാൻ മുമ്പ് പറഞ്ഞില്ല, 1928 മഹാനിർവാണത്തിന് ശേഷം ഇത്തരത്തിലൊരു വ്യവഹാരത്തിലേക്ക് പോകാനുണ്ടായതും ഈ സ്വത്ത് തർക്കമൊക്കെയാണ്. പിന്നീട് ആർ ശങ്കർ എന്ന മഹാമനുഷ്യൻ ഇടപെട്ടാണ് അല്പമെങ്കിലും ഇതിനൊരു ശമനം ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ SNDP യോഗം എന്ന മഹാസംഘടനയ്ക്ക് നമ്മുടെ ചോരയും നീരും നമ്മുടെ അധ്വാനവും ഭക്തിയും എല്ലാം ചേർന്നാണ് ഇത്രത്തോളം ഇത് വളർന്നത്. ശിവഗിരി മഠം നമ്മുടെ ആത്മീയ കേന്ദ്രം തന്നെയാണ്. അവിടെ നമ്മൾ പോവാതിരിക്കില്ല. ഗുരുവിൻ്റെ ആ ആത്മചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന പുണ്യഭൂവിൽ നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോവും, ഇല്ല ആണ്ടിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോവും. പക്ഷേ ഇത് മുതലെടുത്തുകൊണ്ട്, ഇത് ചൂഷണം ചെയ്തുകൊണ്ട് SNDP യോഗത്തിൻ്റെ പ്രവർത്തനത്തെ കുറച്ച് കാണാൻ, അല്ലെങ്കിൽ അത്തരത്തിൽ ചെറുതാക്കി കാണാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയണം. SNDP യോഗം എന്നത് എല്ലാവരെയും വിശാലമായി കണ്ടുകൊണ്ട്, ഒന്നായി കണ്ടുകൊണ്ട് മനുഷ്യൻ നന്നാവണം എന്ന ആ ഒരു തത്വദർശനത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഒരിക്കലെങ്കിലും ഈഴവരെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ പരിഗണിക്കാതെ അല്ല പറയുന്നത്.
അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം. ആർശങ്കർ എങ്ങനെയാണ് അവർക്ക് കൊടുക്കാനുള്ളത് അവർ എടുത്തോട്ടെ, എനിക്കുള്ളത് ഞാൻ എടുത്തു എന്നാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഈഴവ സമുദായത്തിന് അനുവദിച്ചു കൊടുത്തിട്ട് പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം ആ ഒരു ഊർജം, ആ ഒരു ധൈര്യം ജനറൽ സെക്രട്ടറി പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ തിരിച്ചറിയണം. തീർച്ചയായും ഗുരുഭക്തിയുള്ള ഒരു കുടുംബം, ആ കുടുംബത്തിൽ ഞാനിത് അവർക്ക് വേണ്ടി സംസാരിക്കുന്നതല്ല, ഞാൻ കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ശ്രീനാരായണ ഗുരുദേവനെ വിശ്വസിച്ചാൽ മതി. ഗുരുവിൽ വിശ്വസിക്കുമ്പോൾ, ഗുരുധർമ്മം നാം അറിയുമ്പോൾ, ശ്രീനാരായണ ധർമ്മത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നവരെ നാം ബഹുമാനിക്കണം. ഒരു ഗുരുഭക്തനെ നാം ബഹുമാനിക്കണം. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലെ വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വിലയിരുത്തണം. ചുമ്മാ അതെല്ലാം കേട്ടിട്ട് അപ്പാടെ തകർത്ത് അതൊന്നും അല്ല ശരി എന്ന് വെച്ച് നിഷേധിക്കലല്ല വേണ്ടത്. SNDP യോഗം സംഘടന കൊണ്ട് ശക്തരാവണമെങ്കിൽ ഈ ഇതുപോലുള്ള സമാന്തര പ്രവർത്തനങ്ങളെല്ലാം നിർത്തിക്കൊണ്ട് അവരെല്ലാം ചേർന്ന് SNDP യോഗത്തിൻ്റെ കീഴിൽ വരണം. നമ്മളിങ്ങനെ ഒരു ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രം ഇവിടെ ഉണ്ടാക്കി നിങ്ങളുടെ എല്ലാം സഹകരണവും ഗുരുവിൻ്റെ ഭക്തിയും പ്രസ്ഥാനത്തിലുള്ള ആ ഒരു സംഘടനയുടെ ഉള്ള ആ ഒരു സ്നേഹവും എല്ലാം വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഇത് കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീനാരായണ ധർമ്മം എന്നത് SNDP യോഗത്തിൽ പൂർണ്ണമായിട്ടും നിലനിൽക്കുകയാണ്. SNDP യോഗത്തിലേ ഉള്ളൂ അത്. SNDP യോഗത്തിൽ നിലനിൽക്കുമ്പോൾ അവിടെ തിക്താനുഭവങ്ങളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാവും. അത് ഗുരു നമ്മളെ പാകപ്പെടുത്തുന്നതായിട്ട് മനസ്സിലാക്കാതെ ഇത് ഞാനാണ് സർവവും, ഞാനാണ് ഇതെല്ലാം പഠിച്ചത്, എനിക്കെല്ലാം അറിയാം എന്ന് വിചാരിച്ചുകൊണ്ട് നാം പോയി സമാന്തര പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ അതൊരു തരത്തിൽ അത് ഗുരുതിന്ന് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അതിനൊക്കെ കാലം മറുപടി നമുക്ക് തരും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് SNDP യോഗത്തിൻ്റെ നേതാക്കന്മാർ അവരുടെ ഗുണഗണങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ നോക്കണ്ട. ഒരു അറിവ് കുറഞ്ഞവരായിരിക്കും, അല്ലെങ്കിൽ മറ്റു പരിമിതികളൊക്കെ ഉണ്ടായിരിക്കും. ആ പരിമിതിയിൽ നിന്ന് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കിക്കൊണ്ട് പ്രോത്സാഹിപ്പിക്കുക, സഹായിക്കുക. ഇതാണ് നിങ്ങൾ SNDP യോഗത്തിന് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത്. ഒരു ശാഖയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സജീവമായ ഉത്തരവാദിത്വത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കണം. അപ്പോ SNDP യോഗം എന്ന ആ മഹാപ്രസ്ഥാനത്തിന്റെ വേരുകളാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളിലൂടെ കിട്ടുന്ന ഊർജ്ജമാണ് അങ്ങനെ മൂളിച്ചെല്ലുന്നത്. ഒരു വേര് ചിരിഞ്ഞു പോയാൽ അത്രത്തോളം ക്ഷീണം അതിന്റെ ഇലകൾക്കും ശിഖരങ്ങൾക്കും ഉണ്ടാവും എന്ന് ധരിക്കുക. അപ്പൊ നമ്മൾ ഈ മഹാവൃക്ഷത്തിന്റെ വടവൃക്ഷത്തിന്റെ വേരുകളാണെങ്കിൽ എപ്പോഴും പോഷകം നിറഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്യുക, പോഷക ഊർജം കൊടുക്കുക. SNDP യോഗം നല്ല പോലെ തിളങ്ങും, പ്രവർത്തന സജ്ജമാണ്. അപ്പോ ശിവഗിരി തീർത്ഥാടനത്തിന് ഇവിടെ കിട്ടേണ്ടതും ഗോവിന്ദം എതിരും ഭഗവാനോട് അനുമതി ചോദിച്ച് തൊഴുകൈകളുമായി നിൽക്കുമ്പോൾ ഒരു നേരിയ പുഞ്ചിരിയോടുകൂടി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു തീർത്ഥാടന കേന്ദ്രം തപ്പുന്നത് എന്ന ചോദ്യത്തിന് മറുപടി ആ പാവങ്ങൾക്കില്ലായിരുന്നു. ഒരു ശിവഗിരി തീർത്ഥാടനത്തിന് അനുവദിച്ചു തരണം, അവിടെ പോയി പ്രാർത്ഥിക്കണം, ആത്മീയമായ ഒരു മോക്ഷം എന്നൊക്കെയാണ് അവർ കരുതിയത്. പക്ഷെ ഗുരു അവരെല്ലാം തിരുത്തിക്കൊണ്ട് ശിവഗിരി തീർത്ഥാടനം അതിന് 8 വിഷയങ്ങൾ കൊടുക്കും. 8 വിഷയങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാം. ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, പരിശീലനം, ശാസ്ത്ര സാങ്കേതിക പരിശീലനം. ഈ വിഷയങ്ങൾ ഒരു അവരിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഗുരുവിന്റെ ശരീരഭാഷയിൽ പ്രത്യേകതയുണ്ടായിരുന്നു എന്നാണ് ചരിത്ര പുസ്തകങ്ങൾ പറയുന്നത്. കാരണം നാളത്തെ ലോകത്തിന് വേണ്ടി ഗുരു കൽപ്പിക്കുന്ന വിഷയങ്ങൾ 8 ആ വിഷയങ്ങളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു വിഷയമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗുരുവിന്റെ ആ തൃക്കരങ്ങളിലെ വിരലുകൾ ഓരോന്നായി മടക്കിക്കൊണ്ട് ക്രമമായിട്ടാണ് പറഞ്ഞത്. വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനമെന്ന് ഗുരുവിന്റെ ഇടത് കൈയിലെ വിരലുകൾ ഓരോന്നോരോന്നായി മടക്കി ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം എന്ന് എണ്ണുന്നത് പോലെ ആണ് ഗുരു പറഞ്ഞു കൊടുത്തത്. അതിന് അതിൻ്റെതായ ഗൗരവ സ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കണം. അതാണ് വിരലുകൾ ഓരോന്നും മടക്കിയത്.
അല്ലെ? നമ്മളിങ്ങനെ ചിങ്ങം, കന്നി, തുലാം എന്നിങ്ങനെ എണ്ണുന്ന പോലെ ആദ്യം ചിങ്ങയല്ലേ എണ്ണാൻ പറ്റുള്ളൂ, കന്നി എണ്ണാൻ പറ്റുള്ളൂ? ഇല്ല. അതുപോലെ ഗുരു പറഞ്ഞ വിഷയങ്ങളിൽ 8 വിഷയങ്ങൾ ഓരോന്നോരോന്നും എല്ലാം പ്രാധാന്യമുള്ളതാണെങ്കിലും അതിന് 1, 2, 3 എന്ന നമ്പർ കൊടുത്താണ് ഗുരു പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ഈ വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ളവരെ കൊണ്ട് പ്രസംഗം പറയിക്കണം. അത് ക്ഷമയോടുകൂടി ഇരുന്ന് കേൾക്കണം. മനസ്സിലായോ? ആസാനം നമുക്കുണ്ടല്ലോ, 2 അക്ഷരം ഉണ്ട്. ക്ഷമയോട് ഗുരു പറയുന്ന വാക്കുകളിലെ ഗൗരവം, അന്യോന്യം, ഞങ്ങളും എന്നൊക്കെ ചേർത്ത് വയ്ക്കുന്നത് വളരെ 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 അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വളരെ ക്ഷമയോടുകൂടി ഇരുന്ന് കേൾക്കണം. ഈ വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ളവരെ കൊണ്ട് പ്രസംഗം പറയിക്കണം. അപ്പോൾ ഈ 8 വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ളവരെ കൊണ്ട് പ്രസംഗങ്ങൾ പറയിക്കണം. അത് ക്ഷമയോടെ ഇരുന്ന് കേൾക്കണം. കേട്ടതെല്ലാം പ്രവൃത്തിയിൽ വരുത്തണം. പ്രവൃത്തിയിൽ വരുത്തണം. അടിപൊളി പ്രസംഗമായിരുന്നെന്ന് പറഞ്ഞ് പോരും ചിലരൊക്കെ. പ്രഭാഷണമൊക്കെ കേട്ട് കഴിയുമ്പോൾ എന്നാ സംഭവമാണ് പുള്ളി കേട്ടോ, എല്ലാം ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം. എന്നാ പറഞ്ഞേ? അവിടെയാ പ്രശ്നം. കേട്ടതെല്ലാം പ്രവൃത്തിയിൽ വരുത്തണം. അതിൽ വിജയം പ്രാപിക്കണം. അതിൽ വിജയം പ്രാപിക്കണം. പ്രവൃത്തിയിൽ വരുത്തിയിട്ട് അത് വിജയിക്കണം. അപ്പോൾ ജനങ്ങൾക്കും രാജ്യത്തിനും അഭിവൃദ്ധി ഉണ്ടാവും. ഗുരുവിൻ്റെ വാക്കുകളാണ് കേട്ടോ, ചരിത്ര പുസ്തകങ്ങളിൽ ഉള്ളതാണ്. മേൽപ്പറഞ്ഞ 8 വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ളവരെ കൊണ്ട് പ്രസംഗങ്ങൾ പറയിക്കണം. ആളുകളത് ക്ഷമയോടുകൂടി കേൾക്കണം, ഇരുന്ന് കേൾക്കണം. കേട്ടത് പ്രവൃത്തിയിൽ വരുത്തണം. പ്രവൃത്തിയിൽ വരുത്തുമ്പോൾ അതിൽ വിജയം ഉറപ്പായും ഉണ്ടാവണം. അപ്പോൾ ജനങ്ങൾക്കും രാജ്യത്തിനും പുരോഗതി ഉണ്ടാവും. മനസ്സിലായോ? ഇനി ഈ 8 വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സംശയ രൂപത്തിൽ ഇങ്ങനെ ഇവർ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഏത് ദിവസമാണ്, ആണ്ടിലൊരിക്കൽ ഏത് ദിവസമാണ് ഇതിന് ഞങ്ങളവിടെ എത്തേണ്ടത് എന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ ഗുരു പറഞ്ഞു, അത് എവിടെയാ? യൂറോപ്യന്മാരുടെ ആണ്ടുപിറപ്പിനായിക്കോട്ടെ. ആണ്ടുപിറപ്പ് എന്നായിരിക്കും? ജനുവരി 1 ആണ് ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുത്ത ദിവസം. ആദ്യം പറഞ്ഞത് ഫ്ലാഷ് ബാക്കിലേക്ക് ഒന്നുകൂടെ പോവുകയാണ്. ഇലവന്തിട്ടയിൽ നിന്നും പോയ 5 മഞ്ചൻകിളികൾ ഡിസംബർ 28 അവിടെ ചെന്നു. കോട്ടയം നാഗമ്പടത്തു നിന്ന് വല്ലഭശ്ശേരിയുടെയും കിട്ടൻറേറ്ററുടെയും നേതൃത്വത്തിൽ പോയ സംഘം ദൂരം കൂടുതലുള്ളതുകൊണ്ട് ജനുവരി മാസം 1-ാം തീയതിയാണ് ചെന്ന്. അവാർഡും റെക്കോർഡും മഞ്ഞക്കിളികൾ കൊണ്ടുപോയെങ്കിലും ഗുരു പറഞ്ഞത് 1-ാം തീയതി ചെന്നത് കോട്ടയത്തു നിന്നുള്ളവരാണ് അല്ലേ? ശരി. അപ്പോൾ യൂറോപ്യന്മാരുടെ ആണ്ടുപിറവിയിൽ തീർത്ഥാടനത്തിന് നമ്മളവിടെ ഉണ്ടാവണം. ന്യൂ ഇയർ തൊഴാനൊക്കെ നിങ്ങൾ പോകാറുണ്ടോ? ന്യൂ ഇയർ ഇടിയും ബഹളമൊക്കെ കഴിഞ്ഞിട്ട് തൊഴുതാലും മതി കേട്ടോ. ന്യൂ ഇയർ എന്ന് പറയുന്നത് ജനുവരി 1 വൈകിട്ട് വരെ ഉണ്ട് കേട്ടോ. വെളുപ്പാങ്കാലത്ത് ഇടിച്ച് അവിടെ ബഹളം ഉണ്ടാക്കണമെന്നൊന്നുമില്ല. ഒരു നേരം പോലെ ഒരു 8 മണിക്കോ 9 മണിക്കോ ഒക്കെ ചെന്നാൽ വളരെ സൗകര്യമായിട്ട് തൊഴാം. ഭഗവാനോട് അനുഗ്രഹം വാങ്ങി പോകാം. ചില ആളുകൾ രാത്രി 12 മണിക്ക് ഈ നട തുറക്കുന്ന സമയത്ത് ഈ ജനുവരി 31 പുറപ്പെടാതെ 1-ാം തീയതി തൊഴാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഗുരു ആ ദിവസം തീരുമാനിച്ചതിൽ മറ്റൊരു മനഃശാസ്ത്രം കൂടി. കാരണം ഒരു കലണ്ടർ തുടങ്ങുന്നത് ജനുവരി മാസത്തിൽ, ജനുവരിയിൽ തുടങ്ങി ഡിസംബർ മാസത്തിൽ അവസാനിക്കുന്ന ഒരു വർഷം. ജനുവരി 1 നമ്മൾ തൊഴുതിട്ട് പോരുകയാണ്, തീർത്ഥാടനം തൊഴുതിട്ട് പോരുകയാണ്.
ഒരു വർഷക്കാലം നമ്മൾ ചെയ്തിട്ടുള്ള കുറവുകൾ, മാതാപിതാക്കളോട്, ഗുരുജനങ്ങളോട്, സമൂഹത്തിനോട്, സഹപ്രവർത്തകരോട്, എല്ലാവരോടും നമ്മൾ ചെയ്തിരിക്കുന്ന കുറവുകളെല്ലാം ഒന്നോർത്ത് ഭഗവാന്റെ മുന്നിൽ നിന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട്, അപ്പോ അതിന് വേണോ ക്രിസ്ത്യൻ ഭാഷയിൽ വേറെ പറയും, എന്നാ പറയാ, അത് അവിടെ വെച്ച് തന്നെ നടത്തിയിട്ട് ഭഗവാനെ ഇനി നല്ലൊരാളായി തീരാൻ, അല്ലെങ്കിൽ ഭഗവാൻ അനുഗ്രഹിക്കണം എന്ന പ്രാർത്ഥനയോടുകൂടി ജനുവരി 1 മടങ്ങി പോരുമ്പോൾ നല്ല ക്ലിയർ ബുദ്ധിയുമായിട്ടായിരിക്കും പോരുന്നത്, ബ്രെയിനുമായിട്ടായിരിക്കും പോരുന്നത്, അല്ലേ? അപ്പൊ ഡിസംബർ 31 നമ്മൾ ഈ ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ നമ്മൾ ചെയ്തു കൂട്ടുന്ന ഓരോ വിശേഷങ്ങൾക്കും എല്ലാം അറുതിയുണ്ടോ, അല്ലേ? നമുക്ക് ദേഷ്യം വരും, മനുഷ്യരല്ലേ, നമ്മൾ ദേഷ്യം വരും, വഴക്ക് പറയും, ചീത്ത പറയും, മോശമൊക്കെ ചിലപ്പോൾ കഴിച്ചെന്നൊക്കെ ഇരിക്കും. ഇതെല്ലാം ചെന്ന് ഡിസംബർ മാസത്തിൽ ചെന്ന് നമ്മള് അങ്ങ് പിടികൊടുക്കുക. ഇതിൽ രസം എന്നാന്ന് വെച്ചാൽ എല്ലാ വർഷവും ഡിസംബർ മാസം ഉണ്ടെന്നുള്ള, കാരണം നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അവിടെ ചെന്ന് പറയാൻ വേണ്ടിയിട്ട് ഡിസംബർ 31 കരുതി വെച്ചിരിക്കുക. ഡിസംബർ 31 എന്ന് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. അറിയാതെ ആണെങ്കിൽ ഒരു അടി കൊടുത്തു പോയി കേട്ടോ. അമ്മയെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം മനസ്സിലോർത്തുകൊണ്ട് ഡിസംബർ 31 ഭഗവാന്റെ ആ പാദത്തിലേക്ക് ഇതെല്ലാം അങ്ങ് സമർപ്പിച്ചിട്ട് ജനുവരി 1 ഇനി ഇറങ്ങിപ്പോന്നു പോവുകയും നല്ല ക്ലിയർ ആയിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ശാന്തതയും ഒരു ബുദ്ധിയും അല്ലെങ്കിൽ അത്തരത്തിലൊരു പുരോഗതിയൊക്കെ കാണാൻ. നമ്മൾ പൂർണ്ണമായും സമർപ്പിക്കുമ്പോ നമ്മുടെ ഉള്ളിലെ കുറവുകളെല്ലാം ഭഗവാൻ അങ്ങ് ഏറ്റെടുത്തു എന്നുള്ളൊരു ബുദ്ധിയും ചിന്തയും നമുക്കുണ്ടാവും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാം ഭഗവാന്റെ അടുത്ത് ചെന്ന് പറഞ്ഞല്ലോ, എല്ലാം അങ്ങോട്ട് പറഞ്ഞ് ഏൽപ്പിച്ചല്ലോ എന്ന് നമ്മുടെ മനസ്സംഗത്ത് തെളിയും. ഇല്ലെങ്കിൽ ഈ കുറ്റബോധം വെച്ചുകൊണ്ട് വേണം ജനുവരി മാസത്തിൽ നമ്മൾ പ്രവർത്തിക്കാനായിട്ട്. ശരിയല്ലേ? അപ്പോ ഡിസംബർ 31 പൂർണ്ണമായും അവിടെ ചെന്ന് സമർപ്പിക്കുക. നമ്മളെ തന്നെയാണ് ഭഗവാന്റെ ആ സൗഹൃദത്തിൽ സമർപ്പിച്ചിട്ട് ജനുവരി 1 ക്ലിയർ ആയിട്ടുള്ള, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരാളായിട്ട് നമ്മൾ തിരിച്ചു പോകും. അപ്പൊ നമുക്ക് വീണ്ടും തെറ്റുകളൊക്കെ ഉണ്ടാവുന്നേ. ഡിസംബർ പിന്നെയും വരുന്നുണ്ടല്ലോ, ഡിസംബർ ഇനി വരുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് പോകരുത്. അപ്പൊ അതുകൊണ്ട് എത്ര ബുദ്ധിപൂർവമാണ് ഭഗവാൻ ഡിസംബർ 31 ജനുവരി 1 വെച്ചത് എന്നൊന്നും നമ്മൾ ചിന്തിക്കണം, അല്ലേ? അതിൽ പോകുന്ന ആളുകൾക്ക് എന്റെ വേഷം പറഞ്ഞു. ഇവർ ചോദിച്ചു, ഈ ശബരിമലയ്ക്ക് പോകുന്നവര് കറുപ്പ് കൊടുക്കുന്നുണ്ട്, കാശിക്കൊക്കെ പോകുന്ന ആളുകള് കാവി കൊടുക്കുന്നുണ്ട്, നമുക്ക് ഏത് നിറത്തിലുള്ള ചേലകളാണ് മുണ്ടാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഗുരുദേവൻ ശ്രീബുദ്ധന്റെ ചേലയുടെ നിറം, ശ്രീകൃഷ്ണന്റെ ചേലയുടെ നിറം മഞ്ഞ, അത് കൊള്ളാം എന്ന് പറഞ്ഞ് അനുവദിച്ചു. മഞ്ഞ നിറം എന്നത് കൊണ്ട് മഞ്ഞ പട്ടു വാങ്ങാനൊന്നും തുനിയരുതെന്നും ഗുരു സൂചിപ്പിച്ചു. രണ്ടാമത്, കാരണം കുമാരെ ഏറ്റവും കൂടുതൽ തപ്പിപ്പോകുമല്ലോ, നമ്മൾ അങ്ങനെയാണല്ലോ. ഗംഭീരാക്കാൻ വേണ്ടിയിട്ട്, ഏറ്റവും അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കുമ്പോൾ പട്ട് തന്നെ വാങ്ങിച്ചേക്കാമെന്ന് വിചാരിച്ച് പണം ഒന്നും കളയരുത്, വെള്ളമുണ്ട് മഞ്ഞൾ മുക്കി കൊടുത്താൽ മതി എന്ന് പറയുന്നു. അപ്പൊ ഇന്നത്തെ കാലത്ത് മഞ്ഞൾ മുക്കുന്നതിനേക്കാളും ചെലവ് കുറഞ്ഞ രീതിയിൽ മഞ്ഞ മുണ്ട് കിട്ടും, അല്ലെ? മഞ്ഞൾ എന്ത് വിലയാണ്? അത് പിന്നെ പൊടിക്കണം, അരയ്ക്കണം, മുക്കണം, ഉണക്കണം. പക്ഷെ അത് ആയുർവേദപരമായി നോക്കുമ്പോൾ ആന്റിസെപ്റ്റിക് എന്നൊരു ആയുർവേദ ഗുണമുണ്ട്, രോഗാണുനാശിനിയാണ്. പക്ഷേ അത് ഇന്നത്തെ ജീവിത തിരക്കിനിടയ്ക്ക് അത്തരം ഒരു വേഷവിധാനം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാലത്തിനനുസരിച്ചുള്ള മാറ്റം വരുത്താൻ ഗുരു പലയിടങ്ങളിൽ നമ്മളോട് പറയുന്നുണ്ട്. അത് ആത്മീയ കാര്യങ്ങളിൽ, പൂജാകാര്യങ്ങളിൽ, വിശ്വാസങ്ങളെല്ലാം ആ പുരോഗതി ഉണ്ടാവണമെന്ന് പറയുന്നു. അപ്പോ ഒരു മഞ്ഞ വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞത് മഞ്ഞ വസ്ത്രം ധരിച്ചാൽ മതി, മഞ്ഞൾ തന്നെ മുക്കി ഉടുക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് അതും ആകാം. ചെലവ് കുറഞ്ഞിരിക്കണം, ഇതാണ് ഭഗവാൻ ഉദ്ദേശിച്ചത്, മഞ്ഞ വസ്ത്രം ധരിക്കണം. അപ്പോ പുറകിൽ നിന്നിട്ട് ഒരാള് ചോദിച്ചു, കോടിമത കൊല്ലംപറമ്പിൽ കൊച്ചുപാപ്പി എന്ന് പറഞ്ഞ ഒരാളാണ്, രുദ്രാക്ഷം ധരിക്കുന്നത് നല്ലതല്ലേ എന്ന് ചോദിച്ചു. രുദ്രാക്ഷം. ഗുരുദേവൻ ഇങ്ങനെ നോക്കി, ആള് തീർന്നു പോയി. ആ ഇടയിൽ പുള്ളി വലിഞ്ഞു പോയി പുറകോട്ട്. രുദ്രാക്ഷം നല്ലതാണ്, പച്ചവെള്ളത്തിൽ ഉരച്ച് കുടിക്കുന്നത് നല്ല ഒരു ഔഷധമാണ് എന്ന് ഗുരു പറഞ്ഞു. ആ ആള് പ്രസിദ്ധനാണ് കേട്ടോ. ആ ആളെ നമ്മൾ കൂടി പിടിച്ചു. കൊല്ലംപറമ്പിൽ കൊച്ചുപാപ്പി, കോടിമത കൊല്ലംപറമ്പിൽ കൊച്ചുപാപ്പി. ഈ പേരൊന്നും നിങ്ങൾ കേൾക്കാത്തതായിരിക്കും. കാരണം ഇതൊക്കെ എവിടെയെങ്കിലും പ്രഭാഷണത്തിനോ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ എടുത്തു പറയണം.
വ്രതാനുഷ്ഠാനത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് ഗുരു പറഞ്ഞു, ഇനിയുള്ള കാലം ദീർഘമായ വ്രതാനുഷ്ഠാനങ്ങൾ, കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളൊന്നും പ്രായോഗികമല്ല എന്ന് ഗുരു പറഞ്ഞു. നമുക്ക് പഞ്ചശുദ്ധി, ശ്രീബുദ്ധന്റെ പഞ്ചശുദ്ധി വ്രതം അനുഷ്ഠിച്ചാൽ മാത്രം മതിയാകും എന്ന് പറഞ്ഞു. പഞ്ചശുദ്ധി എന്തൊക്കെയാ? ശരീരശുദ്ധി, മനഃശുദ്ധി, ആഹാരശുദ്ധി, വാക്ശുദ്ധി, പിന്നെ ഇന്ദ്രിയശുദ്ധി, പ്രവൃത്തി എന്ന് പറയാം. ശരീരം, മനസ്സ്, ആഹാരം, വാക്ക്, പ്രവൃത്തി. നമ്മളെല്ലാവരും ഈ പഞ്ചശുദ്ധി പാലിച്ചല്ലേ പോകുന്നത് ശിവരിക്ക്? 10 ദിവസത്തെ വ്രതം. അതോ നാളെ രാവിലെ ശിവരിക്ക് പോയി കളയാ എന്നും പറഞ്ഞു പോകുന്നവരാണ്. പോയി കളയാ, അങ്ങനെയാണോ? അല്ല 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 10 ദിവസത്തെ വ്രതമെടുത്ത്, പഞ്ചശുദ്ധി വ്രതമെടുത്ത് വീട്ടിലും നമ്മളുമായി പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം ശ്രീനാരായണ ഗുരുദേവന്റെ ഈ തത്വദർശനത്തെ പകർന്നു കൊടുക്കുന്ന തരത്തിൽ പെരുമാറിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്, അല്ലേ? അങ്ങോട്ട് പോകുമ്പോൾ മഞ്ഞക്കൊടി, തോരണോ എല്ലാം വെച്ച് കെട്ടി തിരിച്ചു പോരും, മഞ്ഞക്കൊടി അടിച്ച് നമ്മളിങ്ങ് പോരും. അങ്ങനെയാണോ നമ്മൾ പോകുന്നത്? അതൊക്കെ പണ്ട് പോയിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മഞ്ഞക്കൊടി അതിലുണ്ടാവും, അല്ലേ? അങ്ങനെയായിരുന്നു മഞ്ഞക്കൊടി. പല സ്ഥലങ്ങളിലും ഒക്കെ അങ്ങനെ കിട്ടിയ വണ്ടികൾ കയറി കിടക്കുമ്പോ ആ പോകുന്ന അവര് ചിലപ്പോ വേറെ കാര്യത്തിന് പോയതായിരിക്കും. പക്ഷെ ആളുകൾ പറയും, ശിവഗിരി തീർത്ഥാടനത്തിന് പോയ വണ്ടി ഇന്നടത്ത് കയറി കിടക്കുന്നു. അപ്പോ ശിവഗിരി തീർത്ഥാടനം എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമാണ്. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക്, മനസ്സോടുകൂടി ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെതായ പ്രയോജനവും വികാസവും ഒക്കെ അവരുടെ ജീവിതത്തിലുണ്ടാകും. ഇനി നമുക്ക് ആ ലക്ഷ്യങ്ങളെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയ ശേഷം നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് SNDP യോഗം എന്നുണ്ടായി. SNDP യോഗം ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടുത്തെ ഈഴവരുടെ പരിതസ്ഥിതി എങ്ങനെയായിരുന്നു? കോട്ടയം നാഗമ്പടം ക്ഷേത്രത്തിന്റെ ഒരു പൂർവ്വകാല ചരിത്രം ചുരുക്കമായി മനസ്സിലാക്കി. ഇവിടുത്തെ ഒരു ഉത്സവത്തിനോ അല്ലെങ്കിൽ ചടങ്ങിനോ വന്ന കുമാരനാശാന്റെ ദേഹവിയോഗത്തെ കുറിച്ച് മനസ്സിലാക്കി. SNDP യോഗത്തിന്റെ ആദ്യ ശാഖകൾക്ക്, 108 ശാഖകൾക്ക് ഗുരുദേവനയുടെ ഒരു പൊതുയോഗത്തിൽ വെച്ച് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തത് മനസ്സിലാക്കി. ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നേടിയ പുണ്യാത്മാക്കളെ മനസ്സിലാക്കി. അതിൽ പങ്കെടുത്ത ആദ്യം ശിവഗിരിക്ക് പോയ, ശിവഗിരിയിലേക്ക് തീർത്ഥാടനം പോയ 5 മഞ്ഞക്കിളികളുടെ പേര് മനസ്സിലാക്കി. കോട്ടയത്ത് നിന്ന് പോയ തീർത്ഥാടകരെ മനസ്സിലാക്കി. ഡിസംബർ 31-ന്റെയും ജനുവരി 1-ന്റെയും പ്രത്യേകതയും മനസ്സിലാക്കി, അല്ലേ? ഇതാണ് നിങ്ങൾ അറിയേണ്ടതും മനസ്സിലാക്കുന്നത്. ഇനി വിഷയങ്ങളുടെ പ്രത്യേകത. 8 വിഷയങ്ങൾ തന്നതിൽ ഏറ്റവും പ്രധാനമായി ഒന്നാമതായി പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും ശബരിമലയ്ക്ക് പോകുന്ന ഒരാള്, കാശിക്ക് പോകുന്ന ഒരാള്, ശിവഗിരിക്ക് പോകുന്ന ഒരാൾക്ക് എന്തിനാണ് വിദ്യാഭ്യാസം? അവിടെ വിദ്യാഭ്യാസം എന്ന വിഷയത്തെ കുറിച്ച് ആളുകൾ സംസാരിക്കണം എന്ന് ഗുരു പറയാൻ കാര്യം എന്തായാലും നമുക്ക് അറിവുണ്ടെങ്കിലേ ഉള്ളൂ പല കാര്യത്തെക്കുറിച്ചും ബോധ്യം ഉണ്ടാവുകയുള്ളൂ, അറിവുണ്ടാവും. അപ്പോ എന്റെ സമീപത്തിരിക്കുന്നത് എന്റെ സുഹൃത്താണ്, അല്ലെ എന്റെ സഹോദരനാണ്, എന്റെ അച്ഛനാണ്, എന്റെ അച്ഛന്റെ അനിയനാണ്, എന്റെ മുത്തച്ഛനാണ് എന്നൊക്കെ തോന്നണമെങ്കിൽ അറിവ് ഉണ്ടാവണം. അതുപോലെ തന്നെ സ്ത്രീകൾ, ഇതെന്റെ അടുത്തിരിക്കുന്നത് എന്റെ ഭാര്യയാണ്, ഇതെന്റെ സഹോദരിയാണ്, ഇതെന്റെ അമ്മയാണ്, ഇതെന്റെ അമ്മയുടെ അനിയത്തിയാണ്, എന്റെ കൊച്ചമ്മയാണ്, ചിറ്റമ്മയാണ് എന്നൊക്കെ തോന്നണമെങ്കിൽ ഇവൻ എന്തുണ്ടാവണം? അറിവുണ്ടാവണം. എങ്ങനെയുള്ള അറിവെന്നാണ് ഗുരു പറയുന്നത്? ആത്മോപദേശത്തിൽ ഏറെ ഉള്ള അറിവുണ്ടാവും. അപ്പൊ വിദ്യാഭ്യാസം എന്നത് നമ്മുടെ അറിവിനെ ഒരു പടി കൂടി മേലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കണം.
അറിവിലും ഏറെ അറിയുന്ന വിദ്യാഭ്യാസമാണ് നമുക്കിവിടെ വേണ്ടതെന്ന് ചുരുക്കം. എന്തിന്? തിരിച്ചറിവിന്. ആ തിരിച്ചറിവിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അറിവും ജ്ഞാനവും രണ്ടാണ്. ആ ജ്ഞാന തലത്തിലേക്ക് നമ്മൾ ഉയരുമ്പോഴാണ് ദൈവദശകം പോലെയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ കോലതീരേശസ്തവം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഈശോവാസ്യ ഉപനിഷത്ത് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇല്ലെങ്കിൽ ഇതെല്ലാം സാധാരണ പ്രാർത്ഥനകൾ മാത്രമാണ്. അറിവിന്റെ തലങ്ങളിലേക്ക്, ഉയർന്ന തലങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ദൈവദശകം എന്ന ആ മഹാ ഉപനിഷത്ത് തുല്യമായ ആ കവിതയുടെ മന്ത്രത്തിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാവും. അതിന് വിദ്യാഭ്യാസം ഉണ്ടാവണം എന്ന് ഗുരു നമ്മളോട് ഉറപ്പിച്ച് പറയുകയാണ്. വിദ്യാഭ്യാസം ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിനെ കുറിച്ചുള്ള ചിന്ത, നല്ല ശുചിത്വം ഉണ്ടായിരിക്കണം, നല്ല വസ്ത്രം ധരിക്കണം, നല്ല വാക്ക് സംസാരിക്കണം, അപമര്യാദ ആരോടും പെരുമാറാൻ പാടില്ല, മോശമായി ഇടപെടാൻ പാടില്ല എന്നൊരു തിരിച്ചറിവ് നമുക്ക് വരും. ഇടപെടുന്ന ആളുകളോട് നമ്മുടെ ഒരു അന്തസ്സ്, നമ്മുടെ ഒരു പ്രത്യേകത അവർക്ക് ബോധ്യപ്പെടുന്ന തരത്തിലായിരിക്കും നമ്മൾ പെരുമാറുക. മോശമായ ചീത്തയായ വാക്കുകൾ ഒന്നും നമ്മൾ ഉപയോഗിക്കില്ല. സഭ്യമായ ഒരു സംസ്കാരപരമായ പെരുമാറ്റവും വാക്കുകളുമായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. വിദ്യാഭ്യാസത്തിലൂടെ ചില പ്രസംഗകരൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ തന്നെ ഓർക്കാറില്ലേ, ഈ വാക്കുകളൊക്കെ എവിടുന്ന് വരുന്നു, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നാറില്ല. ഒരു മൈക്ക് കയ്യിലോട്ട് കൊടുത്താൽ നമുക്ക് എന്തേ, അദ്ദേഹത്തിനുള്ള പോലെയുള്ള വാക്കുകൾ നമ്മുടെ ഇടയിലും സുലഭമല്ലേ, നമ്മുടെ ചുറ്റിലും കിടക്കുകയല്ലേ, നമുക്ക് എന്തുകൊണ്ട് അത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല? പലപ്പോഴും മൈക്ക് കയ്യിലോട്ട് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രസംഗം പറയുമ്പോൾ, എന്തിനൊരു സ്വാഗതം പറയാം, ഒരു കൃതജ്ഞത പറയാൻ പറയുമ്പോൾ, അയ്യോ എനിക്ക് വയ്യ എന്ന് നമ്മൾ പറയാറില്ലേ? എവിടെ പോയി വാക്കുകൾ? വാക്കുകളെല്ലാം ഇവിടെ കിടക്കുകയല്ലേ. എടുത്ത് കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റണം. അവിടെയാണ് ഏറെയുള്ള അറിവ് നമുക്ക് വേണ്ടത്. ഗുരു നമുക്ക് പറഞ്ഞു തരുന്നു, വിദ്യാഭ്യാസം ശരിക്കുണ്ടാവണം. വിദ്യാഭ്യാസം ഉണ്ടായെങ്കിൽ യഥാർത്ഥ ഈശ്വരഭക്തി എന്താണെന്ന് തിരിച്ചറിയും, ശുചിത്വത്തെ കുറിച്ച് തിരിച്ചറിയും. അപ്പോ പ്രാഥമികമായി വിദ്യാഭ്യാസത്തെ കുറിച്ച് ഗുരുവിടെ സൂചിപ്പിച്ചു. വിദ്യാലയങ്ങൾ ഉണ്ടാവണം. വിദ്യാലയങ്ങൾ ഉണ്ടാവുമെന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല ഗുരു സ്ഥാപിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ആലുവയിലെ സംസ്കൃത സ്കൂളൊക്കെ സ്ഥാപിച്ച് ഗംഭീരമായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. ഗുരു അനുഗ്രഹിച്ചിരിക്കുന്ന പല ഇടങ്ങളിലും വിദ്യാലയങ്ങൾ ഇന്ന് നല്ല നിലവാരത്തിൽ പ്രവർത്തിക്കുന്നു. പൂത്തോട്ടയിലും അതുപോലെ കാരമുക്കിലും ഒക്കെ ഗൗരവമായിട്ട് പ്രവർത്തിക്കുന്നു. നമ്മുടെ ഇവിടെ കുറിച്ചി അദ്വൈത വിദ്യാശ്രമം ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഒരുപാട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുക്കണം എന്ന് ഗുരു നമ്മളോട് പറയാണ്. ഇന്ന് കുട്ടികളെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. കുട്ടികളെ ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് കയറ്റി അയക്കാൻ. അതൊരു സംസ്കാരമായി മാറിയോ എന്ന് എനിക്കൊരു സംശയം. ഇവിടുന്ന് കയറ്റി അയക്കുന്ന ഒരേ ഒരു ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേരെ പഠിപ്പിച്ചിട്ട് UK, കാനഡ, നൈജീരിയ, ഓസ്ട്രേലിയ, ഇതൊരു ഗമേല പറയുന്നത്. 25 ലക്ഷം രൂപയായി ബാങ്കിൽ അത് കാണിക്കേണ്ടി വന്നു. ഇവിടുത്തെ കയറ്റി അയക്കി ആ ചെറുക്കന്, ആ പയ്യൻ അല്ലെങ്കിൽ ആ കുട്ടി അവിടെ പോയി ചെയ്യുന്ന കാര്യങ്ങൾ അവൻ ഇവിടെ ചെയ്താൽ മതി, അവന് സുഖമായിട്ട് ജീവിക്കാം. അതിന്റെ സാഹചര്യം ഇവിടെ ഉണ്ട്. പക്ഷെ മാതാപിതാക്കൾ ഇതൊരു ലാക്കായി കണ്ടിട്ടുണ്ടോ എന്നൊരു സംശയം. കയറ്റി വിടുകയാണ്. ഇന്ന് സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞ ഒരു വ്യവസായം തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. എത്രയോ ആളുകൾ കബളിപ്പിക്കപ്പെടുന്നുണ്ട്. അവിടെ ചെന്നിട്ട് കുട്ടികൾക്ക് നല്ല താമസ സൗകര്യമില്ല, ഭക്ഷണമില്ല, ഒക്കെ അവർ വിഷമിക്കുന്നു. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് തിരിച്ചറിവ് കൊടുക്കുമ്പോ, ഞാൻ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ അവരെ ശുശ്രൂഷിക്കേണ്ടവനാണെന്നും, പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ആ പെൺകുട്ടികളുടെ ഒരു ബോധം ഉണ്ടാവണം. എന്നെ വളർത്തിക്കൊണ്ടുവരുന്ന മാതാപിതാക്കൾക്ക് ഞാനൊരു വലിയ തലവേദനയായി മാറരുത്, അവർക്ക് എന്തൊരു ആശ്വാസമായി ഞാൻ മാറണം എന്നൊക്കെയുള്ള വിചാരം അറിവിലും ഏറി ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മര്യാദക്കാരാവുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളൊരു വീഡിയോ കണ്ടല്ലോ, അച്ഛൻ ഇങ്ങനെ അടിപിടി കൂടുന്ന പിള്ളേരുടെ ഇടയിൽ ചെന്നിട്ട് സ്വന്തം മകനെ പിടിച്ചോണ്ട് പോരുന്ന സമയത്ത് ആ കുട്ടി സ്വന്തം മകൻ പറയാണ്, അപ്പനാകുമ്പോൾ ഞാൻ നോക്കുകയില്ല, നല്ല കീറ് തരും. നിങ്ങൾ കണ്ടോ?
ഇന്നത്തെ കുട്ടികൾ എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്? അവർക്ക് എപ്പോഴും മൊബൈലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് അവരുടെ ശാസ്ത്രം. മാതാപിതാക്കളോടുള്ള ഒരു വൈകാരികതയോ അത്തരത്തിലുള്ള വിചാരങ്ങളോ ഒന്നും ഇല്ല. അവരിങ്ങനെ വളർന്നു വരികയാണ് എങ്ങനെയോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഗുരു ഉദ്ദേശിച്ചത് ബൗദ്ധികമായ വികാസമാണ്, ബുദ്ധിപരമായ വികാസമാണ്. അതിനു വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അല്ലാതെ ഇവിടുന്ന് കയറ്റി അയക്കാൻ വേണ്ടിയിട്ടുള്ള പഠിപ്പിലല്ല വേണ്ടത്. ശാഖകളിൽ നിവാര പാഠശാലയുണ്ടെങ്കിൽ അവിടെ, ധർമ്മപഠന കേന്ദ്രങ്ങളുണ്ടെങ്കിൽ അവിടെ എല്ലാം വിട്ട് ഈ കുഞ്ഞുങ്ങളെ ഒരു പരിശീലനത്തിന് വിധേയമാക്കിയാൽ നല്ല കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും. കുഞ്ഞുങ്ങളാരും മോശമല്ല. അവരിൽ നിന്ന് കിട്ടുന്നത് അവരുടെ ടാങ്ക് മോശമായി കിടക്കുന്നതാണ് അല്ലേ? പൈപ്പിനകത്ത് ചെളിവെള്ളം കലക്കവെള്ളം വരുന്നത് എന്തുകൊണ്ടാണ്? ടാങ്കിൽ അതായതുകൊണ്ടല്ലേ. ടാങ്ക് വൃത്തിയാക്കി ഇട്ടാൽ നല്ല വെള്ളം പൈപ്പിലൂടെ കിട്ടും. അപ്പോ ടാങ്ക് ആവുന്ന മാതാപിതാക്കൾ നല്ല ശുചിത്വത്തോടെ, നല്ല വർത്തമാനത്തോടെ കുഞ്ഞുങ്ങളുമായിട്ട് ഇടപെടുക, കുഞ്ഞുങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക. നല്ലത് പരിശീലിപ്പിക്കുമ്പോൾ അവരുടെ ടാപ്പിൽ നിന്നും നല്ലത് നമുക്ക് തുറന്നെടുക്കാൻ പറ്റും. പലപ്പോഴും ഈ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങളുടെ മാത്രം വിഷയമാണ്. മാതാപിതാക്കൾക്കൊന്നും ഇതിനകത്ത് ഇടപെടാൻ പറ്റില്ല. മാതാപിതാക്കൾ ചില മദ്യപിക്കുന്ന അച്ഛൻ പറയും, ഞാനോ ഇങ്ങനെ ആയിപ്പോയി, നീ എങ്കിലും കുടിക്കരുത്. അപ്പൊ അവനാഗ്രഹമില്ല ഇതൊന്നും അറിയണമെന്ന് അല്ലേ? വീട്ടില് ഇന്നിപ്പോ മദ്യപാനം എന്നൊക്കെ പറയുന്നത് അച്ഛൻ കുഞ്ഞുങ്ങളുമായിട്ട് ഒന്നിച്ചിരുന്നോണ്ട് നീ ഇച്ചിരി കഴിച്ചോടാ എന്ന് ഒരു വലിയ ഒരു വീരനായകനെ പോലെ അച്ഛൻ ഇങ്ങനെ പറയാം. ഒന്നിച്ചിരുന്ന് കുടിക്കും. നീ ഒന്നിച്ചിരുന്ന് കുടിക്കാത്ത വീടുകളിലാണെങ്കിൽ അച്ഛൻ കൂട്ടുകാരുമായിട്ട് ഒത്ത് ഇരുന്ന് കുടിക്കുമായിരിക്കും. അങ്ങനെ കൂട്ടുകാരുമായിട്ട് കുടിച്ച് അവർ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ഒളിച്ചു നിന്ന് കാണുന്ന ഈ മകൻ ആ ഗ്ലാസ് ഒന്ന് എടുത്ത് നോക്കുകയല്ലേ, ആ കുപ്പിക്കകത്ത് വെച്ചോണ്ടോ ഒരു തുള്ളി ഉണ്ടോ എന്ന് നോക്കുകയല്ലേ. അപ്പൊ അവനെ പ്രേരിപ്പിക്കുന്ന ആരാ? അവന്റെ അച്ഛൻ തന്നെയാണ്. മദ്യവും മയക്കുമരുന്നും എല്ലാം നമ്മുടെ ഈ പ്രകൃതിയിലുള്ളതാണ്. ഇപ്പൊ രാസലഹരിയിലേക്ക് കൂടി കാര്യങ്ങൾ പോയിരിക്കുക. ഒരു മുട്ടുസൂചിയുടെ അറ്റത്ത് ഉള്ള അത്രയും സാധനം നാക്കേലോ നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചാൽ പിറ്റേ ദിവസം മുതൽ നമുക്ക് അതിനോടുള്ള ഒരു ആകാംക്ഷയുണ്ട്, അത് കിട്ടണം. അത്തരത്തിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് കുഞ്ഞുങ്ങളെ ഏത് രീതിയിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും? അവർക്ക് ശരിയായ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. അക്കാഡമിക്കായിട്ടുള്ള വിദ്യാഭ്യാസത്തിനുപരിയായിട്ട് നല്ല വ്യക്തിയായി വളരുന്നതിനുള്ള തിരിച്ചറിവ് അവന് കൊടുക്കണം. അത് ആത്മീയ പഠനം കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. അങ്ങനെ കൊടുക്കുന്ന അത്തരത്തിൽ ശിക്ഷയോടുകൂടി വളരുന്ന ഒരു കുട്ടിയും മാതാപിതാക്കൾക്ക് വിഷമിക്കേണ്ടി വരില്ല, യാതൊരു സംശയവും. അങ്ങനെ വിദ്യാഭ്യാസത്തിലൂടെ ശുചിത്വത്തിലേക്ക് വരണം. അതാണ് രണ്ടാമതായിട്ട് ശുചിത്വം ഗുരുദേവൻ പറയുന്നത്. ശുചിത്വം. വിദ്യാഭ്യാസമുള്ള ആളിന് അവന്റെ ശരീരത്തിലെ മോശമായ അവസ്ഥ, അല്ലെങ്കിൽ ഈ ഷേവ് ചെയ്യാതെ നടക്കുക, തലമുടി വെട്ടാതെ നടക്കുക, നല്ല വസ്ത്രം ധരിക്കാതെ നടക്കുക. ചിലപ്പോൾ ചില ടീഷർട്ടൊക്കെ ഇട്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ അടുത്ത് വരുമ്പോഴും നമ്മൾ മാറി നിൽക്കാറില്ല. ടീഷർട്ടൊക്കെ ഇട്ട് വരുമ്പോഴേ എനിക്ക് ഒന്ന് രണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സുന്ദരനാണെന്നല്ല പറയുന്നത്, നമ്മുടെ കുറവുകൾ ഉണ്ടാവും. പക്ഷെ ഈ ഷർട്ടൊക്കെ അന്നന്ന് മാറുകയാണെങ്കിൽ അതായിരിക്കുന്നില്ല. പ്രത്യേകിച്ച് ടീഷർട്ട് പോലെയുള്ള ബനിയൻ സ്റ്റഫായിട്ടുള്ള തുണികളിൽ ഒരുപാട് ഈർപ്പം, നമ്മുടെ പേർപ്പ് വലിച്ചെടുത്തിട്ട് സ്റ്റോർ ചെയ്തിട്ട് പിറ്റേ ദിവസം അണുക്കൾ കൂടിയുള്ള ഗുണമായിരിക്കും നമുക്ക് വരിക. സുന്ദരനായിട്ടൊക്കെ നടക്കും, നല്ല മിടുക്കനായിരിക്കും. പക്ഷെ അടുത്ത് വരുമ്പോൾ നമുക്ക് അതിന്റെ വിവരം മനസ്സിലാവും. ആള് കുളിച്ചിട്ടില്ല, അല്ലെങ്കിൽ വസ്ത്രം മാറിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ശുചിത്വ ബോധം ഉണ്ടാവണമെങ്കിൽ അന്യർക്ക് എങ്ങനെ അത് അനുഭവപ്പെടും എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണം. അത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പറ്റൂ. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമുള്ള മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് ചിന്തിക്കണം. അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെ നടക്കണം എന്നുള്ള രീതിയിൽ എല്ലാ കാര്യത്തിനെ കുറിച്ചും അവർക്കൊരു ന്യായം ഉണ്ടായിരിക്കും. ഇപ്പൊ വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി. ഈശ്വരഭക്തി എന്ന് പറയുന്നത് മൂന്നാമതായിട്ടാണ്. ഒരു ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുമ്പോൾ അതിലൊരു തീർത്ഥാടനം എന്നുള്ള ആ ലെവലിലൊരു അനുവാദം ചോദിക്കുമ്പോൾ ആത്മീയമായ കാര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതിലും ഗുരു ഇവിടെ മൂന്നാമതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഈശ്വരഭക്തി. അപ്പോ വിദ്യാഭ്യാസമുള്ള ഒരാൾ, ശുചിത്വബോധമുള്ള ഒരാൾ ശരിയായ ദിശയിലൂടെയുള്ള ഈശ്വരഭക്തിയിലേക്കായിരിക്കും പോവേണ്ടത്. അതാണ് ഗുരു ഇവിടെ ഉദ്ദേശിച്ചത്.
ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതിൽ ആ വിശ്വാസത്തിൽ പെട്ട് ഉഴലാല. ഇപ്പൊ ഇവിടെ നല്ലൊരു ആരാധനാ കേന്ദ്രം നമ്മുടെ നാമ്പുറത്ത് തന്നെയാണ്. നാമ്പുറത്ത് തന്നെ മനോഹരമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് നാമ്പുറം ക്ഷേത്രം. എവിടെ ആളുകൾ ഓർബിറ്റിന്റെ താഴെയാണ് എവിടെയാണ്. അപ്പൊ അത്തരത്തിലുള്ള വിചിന്തനത്തിന്റെ വിവേചനത്തിന്റെ കുറവാണ്. നാഗമ്പടം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ തെറ്റായ വഴിയിലൂടെ അല്ലെങ്കിൽ അവന്റെ ദൗർബല്യത്തെ ചൂഷണം ചെയ്യുന്നില്ല. ഇതര ആരാധനാ കേന്ദ്രങ്ങളിൽ ചിലരെങ്കിലും നമ്മുടെ ധനത്തെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മാജിക്കുകളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ചില ആളുകൾ അത് വീണു പോകും. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഇതിനകത്തൊന്നും കാര്യമില്ല, പ്രാർത്ഥിക്കുന്നതിന് ഒപ്പമാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത് എന്ന് കരുതി ആവശ്യത അനുഭവിക്കുന്നവരെ സഹായിക്കുകയും അതിലൂടെ പ്രാർത്ഥന നടത്തുകയും എത്രയോ ആളുകളുണ്ട്. അതാണ് ശരിയായ വഴി. അമ്പലത്തിൽ വന്ന് അല്ലെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളിൽ പോയിട്ട് വഴിപാടുകൾ നടത്തിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയും ഒച്ച വെച്ചും ബഹളം വെച്ചും അല്ല ആരാധന നടത്തേണ്ടത് എന്ന് നാം തിരിച്ചറിയണം. ഗുരു കാണിച്ചു തന്ന വഴി ഭക്തിയുടെ വഴി വേറിട്ടതാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിലൂടെ ശുചിത്വ ബോധമുണ്ടായി യഥാർത്ഥമായ ഈശ്വരഭക്തിയെ നാം തിരിച്ചറിയണം എന്നുള്ളത് കൊണ്ടാണ് ഒരു തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ മൂന്നാമതായിട്ടാണ് ഈശ്വരഭക്തിയെ നമുക്ക് ഉപദേശിച്ചത്. നാലാമതാണ് പറയുന്നത് സംഘടന എന്നുള്ളത് നാം തിരിച്ചറിയണം. സംഘടനയിലൂടെ നാം നന്നായി സേവനം ചെയ്യണമെങ്കിൽ പ്രൈമറി ആയിട്ടുള്ള 3 കാര്യങ്ങൾ നമുക്ക് വേണം. ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം വേണം, ശുചിത്വം വേണം, ഈശ്വരഭക്തിയും വേണം എന്നുള്ള തരത്തിൽ നമ്മളെ കൊണ്ടെത്തുന്ന ഈ പ്രൈമറി ആയിട്ട് ഈ കോഴ്സ് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ സംഘടനാ പ്രവർത്തനം നമുക്ക് നിഷ്പക്ഷമായി ചെയ്യാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നെട്ടോട്ടം ഓടുകയാണ്. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് നമ്മളോടൊരു കാര്യം പറയുന്നത്. പറഞ്ഞാൽ നമ്മൾ പറയും ആനക്കാര്യത്തിനിടയ്ക്കാണോ ചേനക്കാരി. ചില ആളുകൾ അങ്ങനെ വിചാരിക്കും. ഇവിടെ വലിയ തലപോകുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണോ ഈ ഒരു ചീള് കേസുമായിട്ട് വന്നിരിക്കുന്നത്? ചോദിക്കാറുണ്ടല്ലേ? നമുക്കത് ചീളുകാസായിരിക്കും, ചേനക്കാര്യമായിരിക്കും. പക്ഷെ ആ ചോദിക്കുന്ന ആളിന് അത് ആനക്കാര്യമായിരിക്കും അല്ലേ? അങ്ങേർക്കത് ആ ചോദ്യകർത്താവിന് അതൊരു വലിയ അത്യാവശ്യമാണ്. അത് നിർവഹിച്ചു കൊടുക്കുവാൻ സംഘടനാ ബോധമുള്ള ആളിനെ പറ്റുള്ളൂ. ആ സംഘടനാ ബോധം ഉണ്ടാവണമെങ്കിൽ വിദ്യാഭ്യാസം, ശുചിത്വം, യഥാർത്ഥമായ ഈശ്വരഭക്തി, ഈ 3 യോഗ്യതയും ഉള്ള ആളിന് മാത്രമേ ഈ വരുന്ന ആളെ, ആ കസ്റ്റമറെ, ആ ഭക്തനെ യഥാർത്ഥ വാക്കുകൾ കൊടുത്ത് തൃപ്തിയാക്കി വിടാൻ പറ്റും. മനസ്സിലായോ? ഇല്ലെങ്കിൽ നമ്മൾ കയർക്കും, നമ്മൾ ദേഷ്യപ്പെടും. ഇതൊന്നും ഇവിടെ പറ്റിയല്ല, ഇതൊക്കെ വേറെ സമയമാണ്, നിങ്ങൾ വേറെ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ശകാരിച്ച് ആ പാവത്തിനെ വിഷമിപ്പിച്ച് നമ്മൾ വിടും. അപ്പോ നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മുടെ ആനക്കാര്യം പോലെ തന്നെ മറ്റുള്ളവന്റെ കാര്യവും അവർക്ക് ആനക്കാര്യമാണെന്ന് ചിന്തിക്കണം. അതിന് സംഘടനയിൽ പ്രവർത്തിക്കുന്ന നമ്മൾ വളരെ ക്ഷമയോടുകൂടി, സഹനശക്തിയോടുകൂടി തന്നെ നമ്മൾ പ്രവർത്തിക്കണം. ഏതൊരാളും സംഘടനയിലെ പ്രവർത്തകനാണ്. ഈ പറയുന്ന 8 വിഷയങ്ങളും സാധാരണക്കാരന് വേണ്ടി തന്നെ ഗുരു ഇവിടെ വെച്ച് വെക്കുന്ന കാര്യങ്ങളാണ്. നേതാക്കന്മാരുണ്ടാവും, അല്ലെങ്കിൽ അണികളുണ്ടാവും, എല്ലാവർക്കും വേണ്ടി ഗുരു പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഈ 8 വിഷയങ്ങൾ, ഈ 8 വിഷയങ്ങളിൽ നാം വിദഗ്ധരായാൽ ജീവിത പരാജയം ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. ഈ 4ാമത്തെ വിഷയം സംഘടന കഴിഞ്ഞാൽ 5ാമത് പറയുന്നത് ഏതാണ്? കൃഷി. കൃഷി എന്നത് ഇന്നിപ്പോ പലർക്കും ചില ആളുകൾക്ക് അതൊരു ലഹരിയാണ്, ചില ആളുകൾക്ക് അതൊരു ബോറടിയാണ്. കാരണം നമ്മൾ നട്ടു വളർത്തിക്കൊണ്ട് വന്ന് അത് പുഴു തിന്നു കഴിഞ്ഞാൽ വലിയ മനപ്രയാസമാണ് അല്ലേ? പാവലോ പടവലോ പയറോ ഒക്കെ ആണെങ്കിൽ അത് വെച്ചിങ്ങനെ തളർത്ത് കയറി വരുന്നത് നല്ല സന്തോഷമാണ്. പുഴു തിന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു നിരാശ തോന്നുന്നത് എല്ലാം ചവിട്ടി പൊളിച്ചു ദൂരത്തോട്ട് അല്ലേ? ക്ഷമ വേണം. അപ്പൊ കൃഷി എന്നത് നമുക്ക് ഉപയോഗപ്രദമാവണമെങ്കിൽ ആദ്യം വേണ്ടത് ക്ഷമയാണ്. ഇത് വളർന്നു വരുന്ന ആ ഒരു അതിന്റെ രീതിയും അതിന്റെ തിയറിയുമെല്ലാം നമ്മൾ പഠിക്കണം. ഏതൊരു ചെടിയാണ്, ഏതൊരു
വിഭവമാണ് നമുക്കതിൽ നിന്ന് കിട്ടേണ്ടത്, ഏത് ധാന്യമാണ് നമുക്കത് കിട്ടേണ്ടത്, അതനുസരിച്ച് നമ്മൾ പ്രയോഗം നടത്തണം. തെങ്ങിൽ കയറുന്ന ആളുകൾ പണ്ടൊക്കെ ത്ലാപ്പിട്ട് കയറും, ഇപ്പോഴല്ലേ മെഷീനായി. തെങ്ങും കവുങ്ങും ഇങ്ങനെ ശിഖരങ്ങളില്ലാത്ത വൃക്ഷങ്ങളാണ്. തെങ്ങിന് തയ്യാറാക്കിയ കാലിൽ ഇതിനെ ത്ലാപ്പ് എന്നല്ലേ പറയുന്നത്. അത് കവുങ്ങിന് യോഗ്യമാകും? ഇല്ല, അത് ഇച്ചിരി വലിപ്പം കുറച്ചുണ്ടാകും അല്ലേ, എങ്കിലേ അതിൽ കയറാൻ പറ്റുള്ളൂ. എന്നതുപോലെ ഏത് കൃഷിക്കും അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടണം. എങ്ങനെ? ഈ ആദ്യത്തെ കാര്യങ്ങൾ 4 കാര്യങ്ങളുണ്ടെങ്കിൽ ഈ കൃഷിയുമായി നമ്മൾ പൊരുത്തപ്പെടും. ക്ഷമയുണ്ടാവും, അതൊക്കെ പയ്യെ വരട്ടെ, അതും ജീവിയല്ലേ. അപ്പൊ അതിനെ കൊല്ലാനോ അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാനോ തരത്തിലുള്ള ബുദ്ധികളൊക്കെ നമുക്ക് കിട്ടും. നമ്മളതെല്ലാം ഒഴിവാക്കും, അതിൽ നിന്ന് നല്ല ഉൽപ്പന്നങ്ങളും നമുക്ക് കിട്ടും. അപ്പോ കൃഷി എന്നതൊരു ആനന്ദം ഉണ്ടാവണമെങ്കിൽ ക്ഷമയുണ്ടാവണം. നല്ല പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ ക്ഷമയോടുകൂടി മാത്രമേ അതിനെ അഭിമുഖീകരിക്കാവൂ. ഇല്ലെങ്കിൽ നമുക്ക് ആ പ്രോഡക്റ്റ് കിട്ടത്തില്ല. അല്ല, ചീരയൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും. ചീരയും അതിന് ചാണകമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ വിളവ് കിട്ടും. കപ്പയാണെങ്കിലും കുറച്ചുകൂടെ കാലമെടുക്കും, വാഴയാണെങ്കിലും കുറച്ചുകൂടെ കാലമെടുക്കും, നെല്ലാണെങ്കിലും കാലയളവുണ്ട്. അപ്പൊ അതിനേതായ കാലയളവ് വെച്ചുകൊണ്ട് നമ്മൾ അതിനെ ശുശ്രൂഷിക്കുമ്പോഴാണ് അതിന്റെ റിസൾട്ട് ഉണ്ടാവുന്നത്. അത് വരുമാനത്തെയും നമുക്ക് കൊണ്ടുതരും. ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാന്താരി എന്ന് പറയുന്ന ആ ഒരു മുളകിനെ നമ്മൾ ചെറുതായിട്ട് കാണുന്നതാണ്. കാന്താരി എന്ന് പറയുന്ന സാധനം ഇന്ന് വളരെ വിപണിയില് വളരെ സാമ്പത്തികം ഉണ്ടാക്കി തരുന്ന ഒരു കൃഷി തന്നെയാണ്. 1 കിലോ ഇതിനായിട്ട് 600 രൂപയുണ്ട് അല്ലേ കാന്താരി? ഉണ്ട്. അപ്പൊ നമുക്കൊരു ചെറിയ ചെടിയിൽ നിന്നും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഉണ്ടാക്കുകയും അത് നമ്മുടെ കറിക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കാന്താരി പല അസുഖങ്ങൾക്കും നല്ലതാണെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അത് അല്പം കൂടുതൽ 1-2 ചുവടുണ്ടെങ്കിൽ നമുക്ക് അല്പം വിൽപ്പനയ്ക്ക് കൂടി അത് തയ്യാറാക്കാൻ പറ്റും. അങ്ങനെ സാമ്പത്തികവും നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കൃഷി തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൃഷി കഴിഞ്ഞാലോ വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം ചെയ്യുന്ന ആളുടെ എപ്പോഴും കാശുണ്ടായിരിക്കും എന്നുള്ളത് നമുക്കറിയാം അല്ലേ. ഒരു കടലക്കച്ചവടക്കാരനാണെങ്കിലും വൈകുന്നേരം കച്ചവടം കഴിയുമ്പോൾ 1000 രൂപ 2000 രൂപ കൈ വരും. ഒരു പെട്ടെന്നൊരു അത്യാവശ്യം വന്നാൽ ആ പൈസ വേണമെങ്കിൽ ഉപയോഗിക്കാം. നാളത്തെ കച്ചവടത്തിനുള്ളത് എടുത്ത് മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഒരു നമ്മുടെ ഇടയിലുള്ള പല ചെറുപ്പക്കാരും ഇന്ന് വ്യവസായത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഹോളോ ബ്രിക്സ്, അതുപോലെ റിയൽ എസ്റ്റേറ്റ്, അങ്ങനെ പലതരത്തിലുള്ള ബിസിനസ്സുമായി പോകുമ്പോൾ അവിടെയെല്ലാം ഫണ്ട് നന്നായിട്ടുണ്ടാവും, അല്ലെ അബ്കാരിയായിരിക്കും. ശാഖയിലൊരു പ്രോജക്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ട് ആദ്യം പിരിവിന് പോകുന്നത് എവിടെയായിരിക്കും? ഇതുപോലുള്ള വ്യവസായിയുടെ അടുത്തല്ലേ പോവുള്ളൂ, അല്ലെ ഗൾഫുകാരനായിരിക്കണം. വ്യവസായി ആണെങ്കിൽ അവൻ്റെ എപ്പോഴും ഒരു 10,000 രൂപ വേണമെന്ന് പറഞ്ഞാൽ ശരി അങ്ങനെ തരാമെന്ന് പറയും. പല ആളുകളും അബ്കാരിയായിട്ടുള്ള ആളുകളൊക്കെ കയ്യിൽ പൈസ ഉണ്ടാവും. അവർ ചെയ്യുന്നതിൻ്റെ കർമ്മം അവർ അനുഭവിക്കും, അത് വേറെ. പക്ഷേ വ്യവസായം ചെയ്യുമ്പോൾ സാമ്പത്തികം എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിലോ 1-ാം തീയതി കഴിഞ്ഞ് 10-ാം തീയതി ആയി കഴിഞ്ഞാലോ അടുത്ത 1-ാം തീയതി വരാൻ കാത്തിരിക്കണം അല്ലേ. അപ്പോൾ പക്ഷേ ഇന്ന് ഈ വിവാഹ കമ്പോളത്തിലുമൊക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കാണ് ഡിമാൻഡ്. ഗവൺമെൻറ് ജോലിയാണെങ്കിൽ കുഴപ്പമില്ല, കെട്ടിച്ചു കൊടുക്കും. പക്ഷെ ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ ഒരു കട നടത്തുകയാണ്, ബേക്കറിയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊവിഷൻ സ്റ്റോറാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. പെൺപിള്ളേരെ കിട്ടാനില്ല. മാത്രമല്ല ഇന്നത്തെ പെൺപിള്ളേരെല്ലാം മിടുക്കികളാണ്. മോശമാണെന്നല്ല ഞാൻ പറയാൻ വന്നത് കേട്ടോ. എല്ലാവരും നേരത്തെ തന്നെ എല്ലാം കാലേ കൂട്ടി കണ്ട് അവർക്കുള്ളതെല്ലാം ഉറപ്പിച്ചേ വീട്ടിലോട്ട് പോരുള്ളൂ. പഠിക്കാൻ പോവുകയാണെങ്കിലും ചില ആളുകളൊക്കെ അവസാനം ഇപ്പോൾ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആൺപിള്ളേർ 30-31 വയസ്സായിട്ട് ഇങ്ങനെ തപ്പി നടക്കുകയാണ്. ഉള്ള മാട്രിമോണിയൽ കയറിയും ഒക്കെ ഇങ്ങനെ നടക്കുകയാണ്. നമ്മുടെ യൂണിയൻ്റെ മുകളിലൊരു ഗുരുദേവ മാട്രിമോണിയലുണ്ട്. അവർ നിർത്തിയെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അവരെ കൊണ്ട് നിർത്താൻ പറ്റുന്നില്ല. ആളുകൾ അവരെ വിളിക്കുകയാണ്, നിങ്ങൾ വന്ന് തുടങ്ങ്. അവസാനം ഇപ്പം അവർ കഴിഞ്ഞ ദിവസം റീസ്റ്റാർട്ട് ചെയ്തു. അതുപോലെ എൻക്വയറിയാണ്.
ആൺപിള്ളയുടെ കാര്യത്തിൽ. പെൺപിള്ളയുടെ കാര്യത്തിൽ അത്രയൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല, അവർ എല്ലാം ഏർപ്പാടാക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു ഗൗരവമായ അവസ്ഥ ഈ മറ്റെല്ലാ മേഖലകളെയും ബാധിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. വിദ്യാഭ്യാസം എന്നത് പ്രാഥമികമായി ഉണ്ടാവേണ്ട യോഗ്യതയാണ്. വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടത്തിലും നമുക്ക് വിദ്യാഭ്യാസം വേണം അല്ലേ? വരുമാനമറിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് അറിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്യുക, വിപണനത്തിൻ്റെ രീതി അനുസരിച്ച് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുക, റോ മെറ്റീരിയൽസ് എങ്ങനെ ഏറ്റവും ലോവസ്റ്റ് റേറ്റിൽ വാങ്ങിച്ചിട്ട് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ നല്ല സാധനം കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാവണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണം. അങ്ങനെ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് സമ്പന്നരാവാം എന്നുള്ളതാണ് ഈ ഘടകങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഈ വ്യവസായം, കച്ചവടം. അടുത്തതോ, കൈത്തൊഴിലിനെ കുറിച്ച് എന്തായിരിക്കും പറഞ്ഞത്? എന്തായിരിക്കും ഗുരു ഉദ്ദേശിച്ചത്? നിങ്ങൾ എന്തൊക്കെ കൈത്തൊഴിൽ ചെയ്യുന്നുണ്ട്? തയ്യൽ, നമ്മൾ നമ്മുടെ സ്വന്തം കീറിയ തുണി തയ്ക്കും എന്നുള്ളതല്ലേ? കൈത്തൊഴിലിൽ നിന്ന് ഗുരു ഉദ്ദേശിച്ച ഒരുപാട് വലിയ വലിയ ഉയരങ്ങളിലേക്ക് നമ്മുടെ ചിന്ത കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വിചാരിക്കുന്ന കടലക്കച്ചവടവും തയ്യലും ഒക്കെയാണ്. അതിലൊക്കെ അപ്പുറമായിട്ട് കൈത്തൊഴിൽ എന്ന മേഖലയ്ക്ക് ഒരുപാട് സാധ്യതയുണ്ടെന്ന് ഈ കൊറോണ കാലത്ത് നമ്മളെ തെളിയിച്ചു. കടലാസ് കൊണ്ട് എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കാം, കൂടുകൾ, ആർട്ടിഫിഷ്യൽ ക്രാഫ്റ്റ് വർക്ക് ഒക്കെ. ചക്കക്കുരുവിന് ഏറ്റവും കൂടുതൽ ഉപയോഗമുണ്ടായത് കൊറോണ കാലത്താണ് അല്ലേ? ചക്കക്കുരു കൊണ്ട് ഷെയ്ക്ക് ഉണ്ടാക്കുന്നു, അടയുണ്ടാക്കുന്നു, എന്തെല്ലാമായിരുന്നു ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ആണ്ടിൽ ആരും ചക്കക്കുരു ഒന്നും എടുത്തില്ല, കൊറോണ ഇല്ലല്ലോ. നമ്മുടെ കൈത്തൊഴിൽ എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയെ ചിന്തിപ്പിച്ച് പുതിയ മേഖലകളിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. ഈ കഴിഞ്ഞ ദിവസം ഒരു ആളുടെ ഒരു കണ്ടായിരുന്നു, നമ്മുടെ ഷർട്ടൊക്കെ ഇടുന്ന ഹാങ്ങർ കൊണ്ട് മൊബൈൽ ഫോണിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കും. നമ്മൾ വിചാരിക്കും ഇതെങ്ങനെയാണ്, ഇത് ഈസിയല്ലേ? പക്ഷെ അതുണ്ടാക്കുന്ന മെത്തേഡ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ അത് 10 രൂപയ്ക്ക് കൊടുക്കാവുന്ന രീതിയിൽ അത് ഉണ്ടാക്കുകയാണ്. ആളുകൾ ഇഷ്ടംപോലെ വാങ്ങിക്കും. മൊബൈൽ സ്റ്റാൻഡ് പ്ലാസ്റ്റിക് അല്ല, നമ്മുടെ ഹാങ്ങറില്ലേ, ഹാങ്ങർ കൊണ്ട് ഉണ്ടാക്കി വയ്ക്കുന്നു, കമ്പി കൊണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രോഡക്റ്റുകളെക്കുറിച്ച് ചിന്തിക്കണം. പുതിയ പുതിയ മേഖലകളിലേക്ക് നമ്മൾ നമ്മുടെ വ്യാപാരത്തെ വികസിപ്പിക്കണം. അതാണ് ഗുരു കൈത്തൊഴിൽ കൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അങ്ങ് ഒതുങ്ങി അങ്ങ് പോവുകയാണ്. ഇത് മതി. പക്ഷെ പുതിയ പുതിയ വ്യവസായ മേഖലകളിലേക്ക് നമുക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കണം, ഗവേഷണം നടത്തണം. ഇത് തന്നെയാണ് ഗുരു ഉദ്ദേശിച്ചത്. നമ്മളതിനെക്കുറിച്ച് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല. ഈ 8 വിഷയങ്ങളായി അവിടെ നിൽക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞത് ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനത്തെക്കുറിച്ച് ഗുരു പറയുന്നത് 1928 ജനുവരി മാസം 16-ാം തീയതിയാണ് അല്ലേ? 1928 ജനുവരി മാസം 16-ാം തീയതി ശാസ്ത്ര സാങ്കേതികം പോയിട്ട് എന്ന് പറയാൻ അറിയാൻ മേലാത്ത ആളുകളാണ്. അവരുടെ മുമ്പിലാണ് ശാസ്ത്രത്തെക്കുറിച്ച് ഗുരു സൂചിപ്പിക്കുന്നത്. ഈ പാവങ്ങൾ 2 പേരും എഴുതിയെടുത്തു എന്നുള്ളത് സത്യമാണ്. കിട്ടൻ റൈറ്ററും ഗോവിന്ദൻ വൈദ്യരും ഗുരുവല്ലേ ഇത് പറയുന്നത്, നാളുകളിൽ ഇതിന് സാധ്യതയുണ്ടാകും എന്ന പരിപൂർണമായ വിശ്വാസത്തിൽ പ്രാർത്ഥനയിൽ അത് എഴുതിയെടുത്തു. ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനം ഇന്ന് ഈ ഒരു നൂറ്റാണ്ടിനോട് അടുക്കണം. 1928 2028 ഇനി 3 വർഷം കൂടെ കഴിഞ്ഞാൽ ആവുകയാണ്. ഈ 100 വർഷമാകുമ്പോഴേക്കും ഗുരു പറഞ്ഞ കാര്യങ്ങളിൽ ഏതാണ് ഇതിനകത്തുനിന്ന് ഒഴിവാക്കാൻ പറ്റുന്നത്? എല്ലാം നമ്മുടെ ജീവിതത്തോട് ഓരോന്ന് കൂടുതൽ ഒന്ന് മാറ്റവും മറ്റത് ചേർന്ന് വരുന്ന രീതിയിലല്ലേ? ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനം എന്നത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഇനിയൊരു ജീവിതമുണ്ടോ? ഇല്ല, സാധിക്കില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ മൊബൈൽ ഫോൺ മറന്നുപോയാൽ ഉണ്ടാകുന്ന ആ ഒരു ആകുലത, മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ച് മറന്നുപോയി, ജോലിക്ക് പോന്നപ്പം എടുത്തുകൊണ്ട് പോകുന്നില്ല. അതിൽ വരുന്ന കോളുകൾ അല്ലെ അതിലെ മെസ്സേജുകൾ, അതിൻ്റെ ഗൗരവമൊക്കെ ഓർത്തിട്ട് നമ്മൾ തിരികെ ബസ്സിനാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഓട്ടോറിക്ഷ പിടിച്ച് പോകും. മൊബൈൽ ഫോൺ വരെ അതിൽ ചില സാധനങ്ങളൊക്കെ കാണുകയും ചെയ്യുമായിരിക്കും. അത് അടുത്ത ആൾ കണ്ടെങ്കിലോ എന്നുള്ളൊരു പേടിയും ഉണ്ടാവാം ഈ ഓട്ടത്തിൽ. എന്തായാലും മൊബൈൽ ഫോൺ വന്നതോടുകൂടി
അതിൻ്റെ സാങ്കേതിക മികവ് വന്നതോടുകൂടി എത്രയോ ഉൽപ്പന്നങ്ങൾ ഇവിടുന്ന് അപ്രത്യക്ഷമായി, എല്ലാം അതിനുള്ളിലായി. എന്തൊക്കെയാണ് പോയത്? ടൈം പീസ് പോയി, ക്ലോക്ക് പോയി, ടേപ്പ് റെക്കോർഡർ പോയി, പിന്നെ വലിയൊരു സാധനം ക്യാമറ പോയി, ഇല്ലേ, ടോർച്ച് പോയി, റേഡിയോ ഉണ്ട്, എന്താ ഇല്ലാത്തത്? അപ്പം ചെറിയ ആ ഒരു ഉപകരണത്തിനുള്ളിൽ ശാസ്ത്ര സാങ്കേതികയുടെ പരിജ്ഞാനം കൊണ്ട് അതിനകത്ത് ഇത്രയും കാര്യങ്ങളെ ചേർത്ത് വെക്കാൻ ഒരു ലോകം അതിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കാൻ പറ്റി. നമുക്കൊരു സംശയമുണ്ടെങ്കിൽ ചോദിക്കാം അതിനോട്, ഗൂഗിൾ അല്ലേ, ചോദിക്കാം, അത് പറഞ്ഞു തരും. ഇപ്പോൾ വാട്സപ്പിലും അതിനൊരു സംവിധാനം വന്നിട്ടുണ്ട്. വാട്സപ്പിൽ ചോദിച്ചാൽ അതിന് മറുപടി അത് തരും. അറിയാമല്ലെന്നും പറയും. മര്യാദയ്ക്ക് നല്ല വാക്കി പറഞ്ഞു തരാനൊക്കെ പറഞ്ഞ് നമ്മളോട് ചോദിക്കും, ഇല്ലേ? അങ്ങനെ ശാസ്ത്ര സാങ്കേതികമായ വിദ്യകൾ പുരോഗമനത്തിലെത്തി. നമുക്കിവിടെ ഇരുന്നു കൊണ്ട്, നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് കറണ്ട് ചാർജ് അടയ്ക്കാം, ഫോൺ ബില്ല് അടയ്ക്കാം. പണ്ടൊക്കെ കടയുടെ വാതിൽക്കൽ പോയി നിന്നിട്ട് ചാർജ് ചെയ്യണം, അല്ലെ കാർഡ് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത് ഇപ്പോൾ ഇതെല്ലാം, അല്ലേ? അതുപോലെ തന്നെ നമ്പർ മാറ്റാതെ ഒരു കമ്പനിയുടെ കണക്ഷൻ വേറൊരു കമ്പനിയിലേക്ക് നമുക്ക് പോർട്ട് ചെയ്യാം. നേരത്തെ അതൊന്നും പറ്റില്ലായിരുന്നു, ആ നമ്പർ ഉപേക്ഷിക്കാനേ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ അത് പോർട്ട് ചെയ്യാവുന്നൊരു സംവിധാനമായി. എന്തെല്ലാം ഈ പുരോഗതി നമ്മൾ കാണാതിരിക്കാൻ പറ്റുമോ? ശാസ്ത്ര സാങ്കേതികമായ പരിജ്ഞാനമില്ലാതെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലെന്ന് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. ഞാൻ ചേർത്തലയിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ നമസ്തയും കാര്യങ്ങളൊക്കെ അവിടെ നിന്നും ചെയ്യാറുണ്ട്. അപ്പോൾ 1-2 ചേച്ചിമാർ പറഞ്ഞു, എനിക്ക് ആ ഫോണില്ല, ആ ഫോൺ എനിക്കറിയത്തില്ല, എനിക്ക് വിളിക്കാനും എടുക്കാനും ഒക്കെ മാത്രമേ അറിയാവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഈ മറ്റ് സഹപാഠികളായിട്ടുള്ള ആളുകളെല്ലാം ഇത് ചെയ്യുന്നത് കണ്ടിട്ട്, അപ്പോൾ ഈ ക്ലാസ്സിൽ വരുന്ന സമയത്ത് മൊബൈൽ ഫോണിൽ നമ്മുടെ ഗ്രൂപ്പ് കാണുന്നു, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, നമസ്തേ ഇടുന്നു, എക്സസൈസുകളൊക്കെ ചെയ്യുന്നതൊക്കെ അവർ കണ്ടിട്ട് അവരുടെ മനസ്സിൽ എനിക്കും വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിട്ട് ഇപ്പോൾ 2 പേരുണ്ടായിരുന്നു. അങ്ങനെ 2 പേര് മൊബൈൽ ഫോൺ വാങ്ങിച്ചിട്ട് അതിനകത്ത് ഇപ്പോൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പഠിച്ചു. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ബോധപൂർവം മാറ്റിവെക്കുന്നതാണ്. നമുക്കറിയാം ശാസ്ത്ര സാങ്കേതികമായ പരിജ്ഞാനം നമ്മുടെ തലച്ചോറിൽ കിടപ്പുണ്ട്. ഗുരു തന്ന ആ അറിവ് നമുക്ക് ഉണ്ട്. അത് നമ്മൾ എടുത്ത് പ്രയോഗിക്കാനൊരു നിർദ്ദേശമോ കഠിനമായ ഒരു അവസ്ഥയോ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് എടുക്കുകയുള്ളൂ. അതുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനം എന്നതിലും വേറിട്ടുകൊണ്ട് ശിവഗിരി തീർത്ഥാടനത്തെ നമുക്ക് കാണാൻ കഴിയില്ല. നമ്മളിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ശിവഗിരി തീർത്ഥാടനം ഒരു ഫെസ്റ്റിവൽ പോലെ ആയിപ്പോയി, ഒരു ഉത്സവം, ഒരു ബഹളം, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഗുരു പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ട്. ആ കൺവെൻഷൻ ഹാളിൽ, പന്തലിൽ പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്, പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും കേൾക്കാനോ അതൊക്കെ ഒന്ന് പരിചിന്തനം ചെയ്യാനോ ഒന്നും നമ്മൾ മെനക്കെടാറില്ല. നമ്മളൊരു പാക്കേജുമായിട്ട് പോകുന്നത് കൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ശിവഗിരി തീർത്ഥാടന സമയത്ത് സ്വന്തമായി ഇൻഡിവിജ്വലായി പോകണം. കൂട്ടമായി പോകേണ്ടത് അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് പോകാം. ശിവഗിരി തീർത്ഥാടന സമയത്താണ് അവിടെ അമൂല്യമായ മൊഴിമുത്തുകളെല്ലാം നമുക്ക് കിട്ടുന്നത്. ഒരു ദിവസം അവിടെ തങ്ങി ആ പരിമിതിയിൽ നിന്ന് പ്രവർത്തിക്കാൻ നമ്മളൊന്ന് പഠിക്കുകയും കൂടെ ചെയ്യും. യൂറോപ്യൻ ക്ലോസറ്റ് വേണം, നെടുനീർന്ന് കിടക്കണം, AC വേണം. ഈ നിർബന്ധങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ശിവഗിരി മഠത്തിൻ്റെ പരിമിതിയിൽ നിന്ന് നമുക്ക് പെരുമാറാൻ നമുക്കൊന്ന് പഠിക്കും. ആ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരോട് അന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കും. പക്ഷേ നമ്മളങ്ങനെയല്ലോ. നമുക്ക് ഇപ്പോൾ മരുത്താമല ചെന്നാലും യൂറോപ്യൻ ക്ലോസറ്റ് വേണമെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നതെന്ന് സ്വാമി പറയാറുണ്ട്. അപ്പം നമ്മുടെ താല്പര്യങ്ങളെല്ലാം ഒന്ന് കണ്ണുകളഞ്ചും ഉള്ളടക്കാനുള്ള ഒരു പടിയായിട്ട് കൂടി ശിവഗിരി തീർത്ഥാടനത്തെ നിങ്ങൾ കാണണം. ശിവഗിരി തീർത്ഥാടനത്തിൽ ഗുരു പറഞ്ഞ ഈ 8 വിഷയങ്ങൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ പരമപ്രധാനമായിട്ടുള്ള വിഷയങ്ങളാണ്. ഇതിലപ്പുറമായി മറ്റൊരു വിഷയങ്ങളൊന്നും ഇല്ലതാണ്. നമ്മളെ ബന്ധപ്പെടുന്ന, നമ്മളെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനം എന്നിങ്ങനെ 8 വിഷയങ്ങളല്ലാതെ ഗുരു വിട്ടുപോയ ഏതെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നമുക്ക് വേണമെങ്കിൽ ഗുരുവിനോട് ഇഷ്ടം കൊണ്ട് വേണം പറയാം.
ഗുരുവെല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഗുരു പറഞ്ഞതിലപ്പുറം നമുക്കൊന്നും ഇല്ലല്ലോ. അത് തന്നെയാണ് ശരിയും. ഗുരു പറഞ്ഞതിലപ്പുറം നമുക്കൊന്നുമില്ല. അതാണ് നമ്മുടെ അവസാന വാക്കും, നമ്മുടെ ഉപദേശവും, നമ്മുടെ കൽപ്പനയും നിർദ്ദേശവും പ്രാർത്ഥനയും എല്ലാം ഗുരു തന്നെയാണ്. ആ ഗുരുവിലേക്കുള്ള ഒന്നാകലാണ് നന്നാകലിന്റെ പ്രാഥമിക ലക്ഷ്യം, പ്രാഥമികമായ കാര്യം. ഗുരുവിലേക്ക് നമ്മൾ ഒന്നാവണം. ഗുരുവും നമ്മൾ ഒന്നാവണം. മനസ്സ് അസ്പന്ദമായാൽ നമ്മൾ നന്നായി എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ ഇതര വിചാരങ്ങൾ, ഇതര വിശ്വാസങ്ങൾ കയറി വരുമ്പോൾ ഗുരു അവിടെ ഉണ്ടാവില്ല. നമ്മളിങ്ങനെ പറയും, എന്റെ ഗുരുദേവനായി എനിക്ക് തന്നു എന്നൊക്കെ പറയും. പക്ഷേ അവിടെ നമ്മുടെ വീടിനുള്ളിലേക്ക് കയറിയാൽ, അല്ലെങ്കിൽ നമ്മുടെ ആരാധനാ സമ്പ്രദായത്തിൽ നമ്മളെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അവര് ഇതൊന്നും വിശ്വസിക്കില്ല. എന്റെ ഗുരുദേവൻ എന്ന് പറയണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഗുരുവിനെ വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, അചഞ്ചലമായ അസ്പന്ദമായ മനസ്സ് നമുക്കുണ്ടാവണം. എങ്കിൽ മാത്രമേ എനിക്ക് എന്റെ ഗുരുവാണ് ഇതെല്ലാം തന്നത് എന്ന് പറയാം. മനസ്സിലായോ? കറണ്ട് പോയോ? കറണ്ട് പോയ പോലെ ആയോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഗുരു എന്ന മഹാസത്യം നമുക്ക് നിറദീപമായി, മാർഗദർശിയായി, മാർഗദീപമായി ഇവിടെ അവതാരം ചെയ്തില്ലായിരുന്നു എങ്കിൽ നമ്മൾ ആരെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇവരും നമ്മൾ ഈ കഴിഞ്ഞ ദിവസം 10-ാം തീയതിയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആഘോഷങ്ങളെല്ലാം പോകേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ സമയവും സമ്പത്തും സാമ്പത്തികവും മനസ്സും കൊടുക്കേണ്ടത് SNDP യോഗത്തിനാണ്, ശ്രീനാരായണ ഗുരുദേവനാണ്, മഹാനായ TK മാധവനെ പോലെയുള്ള ആദർശശാലികളോടൊപ്പമാണ്. ഈ മനുഷ്യനൊക്കെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ എന്നൊന്ന് ചിന്തിച്ചു നോക്കി. ഇപ്പൊ നമ്മളെല്ലാം വെച്ച് ആരാധന നടത്തുന്നുണ്ടല്ലോ. ഇവരൊക്കെ ഈ അവതാരം ചെയ്തില്ലായിരുന്നെങ്കിൽ, ഗുരുവിന്റെ മുന്നിൽ വന്ന് ഗുരുവിന്റെ ശിഷ്യനായി മാറിയില്ലായിരുന്നെങ്കിൽ, വൈക്കം സത്യാഗ്രഹത്തിന് ഏറ്റവും കൂടുതൽ ഇടപെട്ട ഒരു മഹാവ്യക്തിയല്ലേ TK മാധവൻ. ഗുരുവിനോടൊപ്പം നടന്ന് ഗുരുവിന്റെ ആദർശങ്ങളെ, വിചാരങ്ങളെ പ്രാവർത്തികമാക്കി പ്രവർത്തിച്ചയാളല്ലേ TK മാധവൻ. ശാഖകൾ ഉണ്ടാക്കി, യൂണിയനുകൾ ഉണ്ടാക്കി, ഗുരുവിന്റെ പ്രവർത്തനത്തിന് കൂടുതൽ ആക്കവും തൂക്കവും ഉണ്ടാക്കി കൊടുത്ത മഹാത്മാവല്ലേ. വേറൊരു ചിന്തയുണ്ടോ TK മാധവന്? തിരുവാർപ്പിലൊക്കെ പോയി ചവിട്ട് മേടിച്ചില്ലേ സാന്ദ്ര? അറിയാവില്ലേ സാന്ദ്ര? ഇല്ലേ? ആ TK മാധവൻ ഇടികൊണ്ട് ആളുകളുടെ മർദ്ദനമേറ്റ് അകാലത്തിൽ പൊലിഞ്ഞു പോയില്ലേ? ഇവരോടൊക്കെ നമുക്ക് എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത്? ഗുരുവിലേക്ക് ചേരുക, ഗുരു മാത്രമാണെന്ന് അറിയുക, ഗുരുവിനെ നിസ്പന്ദമാക്കുക. അത് മാത്രമേ ഈ മഹാത്മാക്കളുടെ പ്രവർത്തനത്തിന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു വലിയ മറുപടി, അതിനുള്ള അവരെ ആനന്ദിക്കണമെങ്കിൽ, അവരുടെ ആത്മാവ് സന്തോഷിക്കണമെങ്കിൽ, ഇന്ന് ഇപ്പൊ കോട്ടയം പ്രദേശത്ത് പലയിടങ്ങളിലും TK മാധവൻ അനുസ്മരണം നടക്കുന്നു. കോട്ടയം മാത്രമല്ലല്ലോ SNDP യോഗത്തിന്റെ പ്രവർത്തന മേഖല. എവിടെയൊക്കെയോ ഈ ആനുകൂല്യങ്ങൾ പറ്റി ജീവിക്കുന്ന ആളുകൾ TK മാധവനെ അറിയുന്നുണ്ട്. നമ്മുടെ ചെറുപ്പക്കാര് അല്പം വിപ്ലവം ഒക്കെ ആയി കഴിയുമ്പോ അവൻ ധരിക്കുന്ന അവന്റെ ബനിയനിൽ വിദേശീയരുടെ പടം പേറിക്കൊണ്ട് നടക്കുന്ന നിങ്ങൾ കണ്ടു കാണുക. നമ്മുടെ കുഞ്ഞുങ്ങൾ അവന്റെ ശരീരത്തിൽ, അവന്റെ വസ്ത്രത്തിൽ ഒരു ചിത്രം വയ്ക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും യോജിച്ചത് TK മാധവൻ അല്ലാതെ വേറൊരാളല്ല. അത്രത്തോളം സംഘടനയ്ക്ക് വേണ്ടി, യുവതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മഹാത്മാവാണ് TK മാധവൻ. TK മാധവനോടൊക്കെയുള്ള നന്ദി നമ്മൾ എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്? ഗുരുവിനെ അറിയുക, ഗുരുവിലേക്ക് ലയിക്കുക. അത് മാത്രമേ TK മാധവൻ എന്ന ആ മഹാശക്തിക്ക് നമുക്ക് കൊടുക്കുന്ന പ്രാർത്ഥന, ചെയ്യാൻ പറ്റുന്ന പ്രാർത്ഥന അത് മാത്രമേ ഉള്ളൂ. അപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിവിടെ പഠിക്കാൻ വന്നു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇതൊന്ന് അറിഞ്ഞു പോകാം എന്ന വിചാരത്തിൽ വന്നവരുടെ മനസ്സിൽ ശ്രീനാരായണ ഗുരുദേവൻ എന്ന ആ മഹാശക്തിയുടെ പീഠത്തിന് ഉറപ്പുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പഠന കേന്ദ്രത്തിന്റെ വിജയമാണ്.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാമെന്ന് ഞാൻ ആദ്യകാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം, ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക്, പക്ഷേ നിങ്ങളുടെ പെരുമാറ്റത്തിൽ, നിങ്ങളുടെ ആഹാര രീതിയിൽ സ്വയം നിങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്കറിയാം. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ശ്രീനാരായണ ഗുരുദേവൻ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ അറിയാം. അതാണ് നമ്മുടെ ക്ലാസിന്റെ വിജയം. എല്ലാറ്റിനെയും അനുവദിച്ചു കൊടുക്കുമ്പോൾ ആ അനുവദിച്ചു കൊടുക്കുന്നത് നാം ചെയ്യുന്നതിലെ കുറവുകൾ മനസ്സിലാക്കി തിരുത്തുന്നതാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന ആ വ്യാഖ്യാനത്തിന് അല്ലെ നിർവചനത്തിന് ചേരുന്നത്. ചിന്തിക്കുന്നവൻ, മനനം ചെയ്യുന്നവൻ. നിങ്ങൾ അങ്ങനെ മനനം ചെയ്ത് ചിന്തിച്ച് നല്ല മനുഷ്യരായി മാറുവാൻ, നല്ല ചിന്തകളോടുകൂടി ശ്രീനാരായണ ഗുരുദേവ ഭക്തരായി മാറാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഠന കേന്ദ്രത്തിന്റെ ഒരു വലിയ മികവായിട്ട് കൂടി കണ്ടുകൊണ്ട് ശിവഗിരി തീർത്ഥാടന ലക്ഷ്യങ്ങൾ എന്ന ഈ ഒരു ബൃഹത്തായ വിഷയം ഒരു ക്യാപ്സൂൾ രൂപത്തിൽ നിങ്ങൾക്ക് തന്നുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.